ഓക്കെ. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം വാറ്റിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് ഡിസ്കസ് ചെയ്ത് അതിലുള്ള സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. വാറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും വാറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, വാറ്റിന്റെ റേറ്റ് എന്താണ്, എങ്ങനെയാണ് ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, എന്താ സപ്ലൈ ചെയിന്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗദി വാറ്റിനെ കുറിച്ച് മാത്രമുള്ള അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരാൾക്ക് വാറ്റ് പേയബിൾ ആവുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള അജണ്ട അതാണല്ലോ. അപ്പൊ നമ്മൾ വാറ്റ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എന്താന്നുള്ളത് മനസ്സിലാക്കി, എന്താണ് ഇൻപുട്ട് എന്നുള്ളത് മനസ്സിലാക്കി, എന്താ ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയേണ്ട എന്താ, എപ്പോഴാണ് ഒരാൾക്ക് വാറ്റ് പേയബിൾ ആവുക, സൗദിയിൽ എപ്പോഴാണ് ഒരാൾക്ക് വാറ്റ് പേയബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സിന്റെ റൂള് വൈസ് തന്നെ നോക്കണം. അപ്പൊ നമ്മൾ സക്കന്റെ കുറെ റൂളുകളുണ്ട്. സക്ക റൂളുകളെ ആർട്ടിക്കിൾസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2. സക്ക എന്താന്നുള്ളതൊക്കെ ഓർമ്മയില്ല, എല്ലാവർക്കും അതൊന്നും മറന്നിട്ടില്ലല്ലോ, എന്നാലും തന്നെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ സക്ക ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ പറയപ്പെടുന്ന വാറ്റ് ആർക്കൊക്കെ വരും, വാറ്റ് ആർക്ക് കൊടുക്കണ്ടേ, വാറ്റ് ആർക്കൊക്കെ കൊടുക്കണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ IPC സെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആർട്ടിക്കിൾസിന്റെ അണ്ടറിലാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ UAE ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഫെഡറൽ ഡിഗ്രി ലോ എന്ന് പറയാം. UAE ഫെഡറൽ ഡിഗ്രി ലോ എന്ന് പറയാം. ഇവിടെ സെക്കൻഡ് അണ്ടറിലുള്ള ലോസ് ആയിട്ടാണ് പറയാം. അപ്പൊ അതിലും അവിടെയും ആർട്ടിക്കിൾസ് ആയിട്ടാണ്, ഇവിടെയും ആർട്ടിക്കിൾ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അവിടത്തുനിന്ന് ഇവിടത്തേക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എസ്പെഷ്യലി വാറ്റ് പേയബിൾ ആയി എന്ന് വരുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ വാറ്റ് എപ്പോഴൊക്കെയാണ് പേയബിൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. UAEയിലും സൗദിയിലും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 1 പറയുന്നത്, സക്കന്റെ ആർട്ടിക്കിൾ 1 പറയുന്നത് എപ്പോഴാണ് ഒരാൾക്ക് വാറ്റ് പേയബിൾ ആവുക, സൗദി അറേബ്യയിൽ ഒരാൾക്ക് എപ്പോഴാണ് വാറ്റ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. അത് പറയുന്നത് ഒരു ഡെഫിനേഷൻ ആയിട്ടാണ്. നമുക്ക് ഡെഫിനേഷൻ ജസ്റ്റ് അതേപോലെ പറഞ്ഞു നോക്കാം. ഡെഫിനേഷൻ പറയുന്നത് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഇമ്പോർട്ട് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് സപ്ലൈ ചെയിൻ. അപ്പൊ അതിൽ പറയപ്പെടുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ഇന്നലെ തന്നെ അറിയാം. സപ്ലൈ ചെയിൻ എന്താണെന്നറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണെന്നുള്ള അറിയാം. നമുക്കറിയാത്ത കുറച്ച് ആൾക്കാരുള്ളത് ഇവിടെയാണ്. അതായത് ഒന്ന് സപ്ലൈ എന്താന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, അല്ലെ? സപ്ലൈ എന്താന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്കറിയേണ്ടത്. പിന്നെ അറിയേണ്ടത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ വാറ്റ്, ഇമ്പോർട്ട്. അതായത് വാറ്റ് എപ്പോഴാണ് വരിക എന്ന സൗദിയിൽ വാറ്റ് ലോ പറയുന്നത്. ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, ഡെഫിനേഷൻ ആയിട്ട് തന്നെ പഠിക്കണം എന്നില്ല. നമുക്ക് ആ ഡെഫിനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ സൗദിയിൽ വാറ്റ് എപ്പോഴാണ് വരിക? ലോ പറയുന്നത്, അതായത് നിയമം പറയുന്നത്, സക്കന്റെ നിയമം പറയുന്നത് എന്താ, സൗദിയിൽ വാറ്റ് വരിക ഒരു ടാക്സ് ആണ്. സൗദിയിൽ വാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് ആണ്. ടാക്സ് ഇമ്പോസ് ചെയ്യുക. ഇമ്പോസ് പറഞ്ഞാൽ ടാക്സ് നിങ്ങളുടെ പേരിൽ വരിക എപ്പോഴാണ്, നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യണം. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റ് ഉണ്ടോ, ആ വാറ്റ് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടിന്റെ മാത്രം പഠിക്കുന്ന സമയത്ത് പറയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് മാറ്റി വെക്കാം. പിന്നെ അതിന് ശേഷം ആൻഡ് ഇട്ടിട്ട് പറയുന്നത് എന്താ, ആൻഡ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരക്ക് എന്ന് പറയുന്നത് ഗുഡ്സ്, സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചരക്കുകളും സേവനങ്ങളും. ഇപ്പൊ നമ്മൾ നാട്ടിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാ പറയാം. GSTക്ക് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയാം. അതേ സാധനം തന്നെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ സൗദി അറേബ്യയിൽ വാറ്റ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സൗദി അറേബ്യന്റെ പുറത്ത് നിന്ന് സൗദി അറേബ്യയിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം, ഇറക്കുമതി ചെയ്യണം. അപ്പോൾ വാറ്റ് വരുമോ, വാറ്റ് എങ്ങനെയാ വരിക, എപ്പോഴാണ് വാറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ വാറ്റ് എപ്പോഴാണ് വരിക, നിങ്ങൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, അതായത് ചരക്കോ സേവനങ്ങളോ നിങ്ങൾ എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം എന്നാ പറയുന്നത്. ആ വാക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നിങ്ങൾ വിറ്റാൽ മതി എന്നല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിറ്റാൽ മതി അല്ലെങ്കിൽ സെയിൽ ചെയ്താൽ മതി എന്നല്ല പറയുന്നത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മൾ എന്താ പഠിക്കുക, സപ്ലൈ എന്നുള്ളതിന് പകരം സെയിൽ എന്നാ പഠിക്കുക, അല്ലേ? നമ്മൾ സെയിൽസ് എന്നല്ല പറയാം. ഇപ്പോൾ ഒരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറ്റ് വരും എന്നാണ് നമ്മൾ പഠിക്കുക, അല്ലേ? ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ. പക്ഷെ വാറ്റിന്റെ നിയമത്തിൽ നിങ്ങൾ സെയിൽ എന്നുള്ള ഒരു വാക്ക് എവിടെയും കാണൂല. സെക്കൻഡ് വാറ്റിന്റെ നിയമത്തിലാണെന്നുണ്ടെങ്കിലും
ഈ UAE വാറ്റിന്റെ നിയമത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും സെയിൽ എന്നുള്ള വാക്ക് കാണൂല. സെയിൽ ചെയ്യുക, വിൽക്കുക എന്ന് കാണൂല. പകരം ആ വാക്ക് കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കിയിട്ട് എല്ലാ വാറ്റിന്റെ റൂളിലും പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സപ്ലൈ എന്നാണ്. സപ്ലൈ എന്നാ പറയാം. സപ്ലൈ എന്ന് ഉദ്ദേശിച്ചത് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടേമാ. നമുക്കൊരു സാധനം വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടേമാ. പക്ഷെ സപ്ലൈ കുറച്ചും കൂടി വലിയ ടേമാ, വലിയ ഡെഫിനേഷനാ. സപ്ലൈന്റെ ഉള്ളിൽ പെട്ട ഒരാളാണ് എന്ത്, സെയിൽ. അപ്പൊ സപ്ലൈന്റെ അണ്ടറിൽ എന്തുണ്ട്, വേറെയും കുറേ ആൾക്കാരുണ്ട്. അതായത് ട്രാൻസ്ഫറിനെ സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നമ്മളൊരു സാധനം വിൽക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തന്നെ 2 ഫാക്ടറി ഉണ്ട്. സൗദി അറേബ്യയിൽ 2 സ്ഥലത്ത് 2 ഫാക്ടറീസ് ഉണ്ട്. എനിക്ക് 2 വെയർ ഹൗസ് ഉണ്ട്. അതിൽ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെയർ ഹൗസിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് നീക്കി കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഞാൻ നീക്കി ചെയ്തു, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്തില്ല, സെല്ല് ചെയ്തിട്ടില്ല. പക്ഷേ വാറ്റിന്റെ നിയമം പറയുന്നത് ആ ട്രാൻസ്ഫറിനെ സപ്ലൈന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തണം എന്നാണ്. ഓക്കെ, അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ടേം അല്ല. സപ്ലൈ എന്ന് പറയുമ്പോൾ വലിയ ടേമാണ്. അതിന്റെ അണ്ടറിൽ കുറേ ആൾക്കാർ ഉണ്ട്. അപ്പോൾ വാറ്റ് നിയമത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വാറ്റ് നിയമത്തിൽ എല്ലാ സ്ഥലത്തും ടാക്സ് എവിടെയൊക്കെ, സൗദി അറേബ്യയിൽ എവിടെയൊക്കെ വാറ്റ് വരും എന്നുള്ള ചോദ്യത്തിന് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എന്തായിരിക്കും കേൾക്കേണ്ടി വരിക, സപ്ലൈ എന്നുള്ള ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ സപ്ലൈ എന്നുള്ള ടേം ആയിരിക്കും ഇനി അങ്ങോട്ട് എല്ലായിടത്തും കേൾക്കേണ്ടി വരിക. അത് പല രീതിയിൽ നിങ്ങൾക്ക് ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ അങ്ങനെ കേൾക്കുള്ളൂ. അല്ലാതെ ടാക്സബിൾ സെയില്, എക്സംപ്റ്റഡ് സെയില്, സീറോ റേറ്റഡ് സെയില് എന്ന് നിങ്ങൾ കേൾക്കൂല. എല്ലായിടത്തും സപ്ലൈ എന്നുള്ള വാക്കാണ് കേൾക്കുക. അപ്പൊ അതാണ് ടാക്സിൽ ഇനി നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ സമയത്തും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇനി കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു ടേമാണെന്ത്, സപ്ലൈ. അപ്പൊ ടേം ഞാൻ പറഞ്ഞു, ടാക്സ് എപ്പോഴാണ് വരിക എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ആ ഉത്തരം കൊടുത്തത്. സൗദി അറേബ്യയിൽ വാറ്റ് എപ്പോൾ വരും എന്നുള്ളത്. വാറ്റ് എപ്പോഴാണ് വരിക, ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ടാക്സ് എപ്പോഴാണ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഞാൻ പറഞ്ഞു ടാക്സ് വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, സൗദി അറേബ്യയിൽ നിങ്ങൾ കുറെ വർഷമായില്ലേ, നിങ്ങളോട് ഒരാൾ എന്ത് ചെയ്യാണ് വന്നിട്ട് ചുമ്മാ ചോദിക്കാം, സൗദിയിൽ എപ്പോഴാണ് വാറ്റ് വരിക എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഞാനൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ സൗദിയിൽ വാറ്റ് വരും, അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ സൗദിയിൽ വാറ്റ് വരും എന്നാ പറയാ അല്ലേ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇനി മാറ്റണം. ഞാൻ ഇപ്പോൾ UAE വാറ്റിൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ അതേ പോയിന്റാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുള്ളൊരു കാര്യം തന്നെ. അതായത് സൗദിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റ് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമ്മളും അവരും തമ്മിലുള്ള ഒരു മാറ്റം അവിടുന്നാണ് തുടങ്ങേണ്ടത്. അതായത് ഇപ്പോൾ ഈ വാറ്റ് ലോ ഒന്നും പഠിക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നമ്മൾ വാറ്റ് ലോ പഠിക്കുന്നു, വേറൊരാൾ വാറ്റ് ലോ ഒന്നും പഠിക്കാത്തൊരു സാധാരണ ഒന്നും ടാക്സിന്റെ ലോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ മൂപ്പർക്ക് എന്ത് ചെയ്യാം, വാറ്റ് എപ്പോഴാണ് വരിക എന്നറിയാം. അപ്പൊ മൂപ്പരോട് ഒരാൾ എന്നിട്ട് ചോദിക്കണത് സൗദിയിൽ എപ്പോഴാണ് വാറ്റ് വരിക എന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാ, സൗദിയിൽ എപ്പോഴാണ് വാറ്റ് വരിക എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നത്, ഒരു സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാറ്റ് വരും എന്ന് പറയും. നമ്മളും അതേപോലെയാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ വാറ്റ് പഠിച്ച ഒരു വ്യത്യാസമില്ല അല്ലേ, നമ്മളും അവരും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മളും അവരും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ പറ്റണം. അപ്പൊ നമ്മളോട് ഒരാൾ ടാക്സിന്റെ ലോ പഠിച്ച ഒരാളോട്, വാറ്റിന്റെ ലോ പഠിച്ച ഒരാളോട്, അതിപ്പോ ഇന്റർവ്യൂവിൽ ആവണമെന്നൊന്നുമില്ല, ഇന്റർവ്യൂവിൽ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഇപ്പൊ ഇന്റർവ്യൂവിൽ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വെൻ വിൽ സൗദിയിൽ വാറ്റ് എപ്പോൾ അപ്ലിക്കബിൾ ആവും, അല്ലെങ്കിൽ എപ്പോഴാണ് വാറ്റ് ഒരാൾക്ക് പേയബിൾ ആവുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉത്തരം കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഡെഫിനേഷൻ, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ അതേപോലെ കാണാൻ പഠിച്ച് പറയണം എന്നല്ല, പക്ഷെ ഈ ടേംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ വാറ്റിന്റെ ലോ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് സൗദിയിൽ വാറ്റ് വരിക പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയാം, ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ, സർവീസ് വിറ്റ് കഴിഞ്ഞാൽ ഒരാൾക്ക് വാറ്റ് വരും എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറ്റ് വരും എന്ന് പറയും. പക്ഷെ അത് പറയുന്നതിന് പകരം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, സപ്ലൈ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് എപ്പോഴാണ് വാറ്റ് വരിക എന്ന് മനസ്സിലായി. ഇനി ആർക്കാണ് വാറ്റ് വരിക? വാറ്റ് വരിക ആർക്കും, ഗുഡ്സിന്റെ സർവീസിന്റെ സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ വാറ്റ് വരും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വാറ്റ് വരും എന്ന് മനസ്സിലായി. ഇനി ഇത് ആർക്കാ വരിക? ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഹൂ? ആരുടെ മേലെയാണ് എന്ത് ചെയ്യുക, ടാക്സ് ഇമ്പോസ് ചെയ്യുക? വാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് ആണ്, അത് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആരുടെ പേരിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുക? അതിനും വാറ്റിന്റെ ലോയില് പേരുണ്ട്. ആ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ടാക്സബിൾ പേഴ്സൺ. ഇപ്പൊ ഏതെങ്കിലും വ്യക്തിയല്ല, അയാളെ വിളിക്കുന്ന പേരെന്താ, ടാക്സബിൾ പേഴ്സൺ. അപ്പൊ സൗദി അറേബ്യയിലൂടെ ഒരാൾ ഇങ്ങനെ സൗദി അറേബ്യയിലൂടെ നടന്നു പോകണം. അപ്പൊ നമുക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റണത് ഇയാൾ ടാക്സബിൾ പേഴ്സൺ ആണ്. ഏത് ടാക്സബിൾ? കോർപ്പറേറ്റ് ടാക്സോ സക്ക ഒന്നും അല്ല,
വാറ്റ് പ്രകാരം. ഞാൻ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു വ്യക്തി മാത്രം ആലോചിക്കരുത്, ബിസിനസ്സുകളും. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് കണ്ടു, നമ്മളൊരു സൗദി അറേബ്യയിൽ ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് നമ്മളൊരു ബിസിനസ് കണ്ടു. ആ ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണത് ഈ ബിസിനസ് എന്താണ്, ടാക്സബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്തല്ല, ടാക്സബിൾ പേഴ്സൺ അല്ല. അപ്പൊ എന്താ ടാക്സബിൾ പേഴ്സൺ? നമ്മൾ എന്തിനാ ഈ ടാക്സബിൾ പേഴ്സൺ പഠിക്കുന്നതിനാ? ടാക്സബിൾ പേഴ്സൺ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് എന്ത് വരിക, വാറ്റ് വരിക, അല്ലെ ടാക്സ് ഇമ്പോസ് ചെയ്യുക ഒരു ടാക്സബിൾ പേഴ്സന്റെ മേലിലാണ്. അപ്പൊ ആരാണ് ഈ ടാക്സബിൾ പേഴ്സൺ? വാറ്റിന്റെ ലോ അതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനി ഇൻഡിവിജ്വൽ, ഓക്കെ, എനി ഇൻഡിവിജ്വൽ, കമ്പനി ഓർ എൻറ്റിറ്റി. ഓക്കെ, മൂന്നും ആവാം, ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആവാം, എൻറ്റിറ്റി ആവാം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ, നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യന്മാരെ നമ്മൾ വിളിക്കുക ഇൻഡിവിജ്വൽ എന്ന് പറയാം. കമ്പനി എന്ന് പറഞ്ഞാലോ, കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനാണ് നമ്മൾ എന്താ പറയാ, കമ്പനി എന്ന് പറയാം. ഓർ എൻറ്റിറ്റി, എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എന്താ പറയാ, എൻറ്റിറ്റി. കമ്പനി തന്നെ ആവണം എന്നില്ല, വേറെ പല രീതിയിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പുകളൊക്കെ എന്താണ്, എൻറ്റിറ്റികളാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ കമ്പനി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫോമിൽ രജിസ്റ്റർ ചെയ്ത ഒരു എൻറ്റിറ്റി. ഇപ്പോൾ നമ്മളൊരു LLC ഫോം എഴുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടൊക്കെ തുടങ്ങിയതിനൊക്കെ നമ്മൾ എന്ത് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. ഇതൊക്കെ എന്ത് ചെയ്യണം, ദാറ്റ് കണ്ടക്ട്സ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് രജിസ്റ്റർ ഓർ റിക്വയർഡ് ടു രജിസ്റ്റർ ഫോർ വാറ്റ് ഇൻ സൗദി അറേബ്യ. ഡെഫിനേഷൻ ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എന്തോ ഡെഫിനേഷൻ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ ഡെഫിനേഷൻ കേൾക്കുമ്പോൾ എന്തോന്ന് വിചാരിക്കണ്ട. ഡെഫിനേഷൻ അതിൻ്റെ ആ ഒരു അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ എന്ത് ചെയ്യണ്ട, ഡെഫിനിഷൻ അതേപോലെ പഠിക്കണ്ട. അപ്പോൾ ഒരു വ്യക്തി എപ്പോഴാണ് സൗദി അറേബ്യയിൽ ടാക്സബിൾ പേഴ്സൺ ആവുക എന്നുള്ളത് നോക്കുന്നത്. ടാക്സബിൾ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് നടത്തണം, ഒരു എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. ഒരു എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ഒന്നെങ്കിൽ വാറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതനായിട്ടുള്ള ഒരു വ്യക്തിയാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്, സൗദിയിൽ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കിയത്, എപ്പോഴാണ് വാറ്റ് വരിക എന്ന് നോക്കി. സൗദിയിൽ എപ്പോഴാണ് ഒരാൾക്ക് വാറ്റ് വരിക എന്ന് നോക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, സൗദിയിൽ വാറ്റ് വരിക ഒരാൾ ഇമ്പോർട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ വാറ്റ് വരുമെന്ന് മനസ്സിലാക്കി. ഇനി ആർക്കാ വാറ്റ് വരിക എന്നുള്ള ചോദ്യം ചോദിച്ചു. ആർക്കാ വാറ്റ് വരിക? അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺസിനാണ് വാറ്റ് വരിക. ഒരാൾ ടാക്സബിൾ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ, അയാൾ ഇൻഡിവിജ്വൽ ആവണം, കമ്പനി ആവാം, എൻറ്റിറ്റി ആവാം. അയാൾ എന്ത് നടത്തണം, ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടത്തണം. അപ്പൊ എന്താ ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് രജിസ്റ്റർ ഫോർ ഓർ റിക്വയർഡ് ടു രജിസ്റ്റർ. അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒന്നെങ്കിൽ വാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ രജിസ്ട്രേഷന് ബാധകമായ ഒരാളാവണം. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് നോക്കാം. ആരാണ് ഈ പറയപ്പെടുന്ന രജിസ്ട്രേഷന് നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺസിന്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ്? ടാക്സബിൾ പേഴ്സൺ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞ ടാക്സബിൾ പേഴ്സണ് കുറേ കാറ്റഗറി ഉണ്ട്. കുറേ കാറ്റഗറീസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടാക്സബിൾ പേഴ്സൺസിനൊക്കെ എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് മാൻഡേറ്ററി കാറ്റഗറി. മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നിർബന്ധിതമായ അല്ലെങ്കിൽ നിർബന്ധമുള്ള കാറ്റഗറി. അപ്പൊ വാറ്റ് നിർബന്ധമാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക്. ഓക്കെ, നമ്മൾ പറഞ്ഞെന്താ, ടാക്സബിൾ പേഴ്സൺസിനാണ് വാറ്റ് വരിക. അപ്പൊ ടാക്സബിൾ പേഴ്സണിന്റെ ഡെഫിനിഷൻ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ടാക്സബിൾ പേഴ്സണിൽ പല കാറ്റഗറി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പല ടൈപ്പ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ഉണ്ട്. അതിൽ ആദ്യത്തെ പേഴ്സൺ ആണ് എന്ത്, മാൻഡേറ്ററി ആയിട്ടുള്ള ആൾക്കാർ. മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ അല്ലെങ്കിൽ വാറ്റ് റിട്ടേൺ ഫയലിൽ വാറ്റ് കൊടുക്കലൊക്കെ നിർബന്ധമാണ്. ഈ പറയപ്പെടാൻ പോകുന്ന ആൾക്കാർക്ക് അവരെയാണ് എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കാറ്റഗറി 1. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റവന്യൂ മോർ ദാൻ ഓർ ഈക്വൽ ടു 3,75,000, അതായത് 3,75,000 റിയാൽ. ഓക്കെ, നമ്മൾ 3 മില്യൺ ഇതിലൊക്കെയാണ് സംസാരിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇതിൽ പറയുകയാണെങ്കിൽ 3,75,000. ഓക്കെ, 3,75,000 സൗദി റിയാൽ ആനുവൽ റവന്യൂ. ഓക്കെ, മോർ ദാൻ ഓർ ഈക്വൽ ടു 3,75 മേലെ ആകാം, അല്ലെങ്കിൽ 3,75 ആകാം. അത്രയും ആനുവൽ റവന്യൂ ഉള്ള ഒരു കമ്പനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അപ്പൊ ആനുവൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു
ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 12 മാസത്തേക്ക് നമ്മൾ എടുത്തു നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് എന്താ, ടാക്സബിൾ പേഴ്സണിന്റെ കാറ്റഗറീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി മാൻഡേറ്ററി കാറ്റഗറിയാണ്. നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ, വാറ്റ് രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലൊക്കെ നിർബന്ധമായ, അതായത് വാറ്റിന്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആയ കാറ്റഗറിയാണ് ഈ മാൻഡേറ്ററി കാറ്റഗറി. ഈ മാൻഡേറ്ററിയിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് വിടുക അല്ലെങ്കിൽ ഒരു ടാക്സബിൾ പേഴ്സൺ വിടുക? അയാളുടെ ആനുവൽ റവന്യൂ, ആനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ടത് കഴിഞ്ഞ 12 മാസത്തെ നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തിനെ നമുക്ക് ടാക്സബിൾ പേഴ്സൺ ആണോ എന്നുള്ള അറിയണം, അല്ലെങ്കിൽ മാൻഡേറ്ററി വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളാണോ, നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളാണോ എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ബിസിനസിന്റെ പിറകിൽ, ഇപ്പൊ ഇന്നത്തെ മാസമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡിസംബറിലാണ് നിൽക്കുന്നതെങ്കിൽ ഡിസംബറിന്റെ പിറകിലോട്ടുള്ള 12 മാസം നോക്കുക. അതായത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള, അല്ലെ, കഴിഞ്ഞ ഡിസംബർ വരെ ഉണ്ടാവില്ലേ 12 മാസം പിറകോട്ട് നോക്കുമ്പോൾ, ആ 12 മാസത്തിനുള്ളിൽ അയാളുടെ റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്, ഓക്കെ, പ്രോഫിറ്റ് അല്ല, റവന്യൂ, സെയിൽസ് 375 അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മാസമാണോ നിൽക്കുന്നത് ആ മാസത്തിൽ നിന്ന് 12 മാസം പുറകോട്ട് നോക്കുക. ആ 12 മാസത്തെ ടോട്ടൽ റവന്യൂ എടുക്കുക, ടോട്ടൽ സെയിൽസ് എടുക്കുക. ആ ടോട്ടൽ സെയിൽസ് 3,70,75,000 മുകളിലോ 3,70,75,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് വാറ്റ് രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ബിസിനസ്സുകളെ വിളിക്കുന്ന പേരാണെന്ത്, മാൻഡേറ്ററി ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ. ആ ബിസിനസ് ഒക്കെ എന്താണ്, മാൻഡേറ്ററി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കമ്പനിയിൽ കയറി ചെന്നു, നമ്മളൊരു സ്ഥാപനത്തിൽ കയറി ചെന്നു. അപ്പൊ ആ സ്ഥാപനത്തിൽ കയറി ചെന്ന് ഉടനെ നമ്മളോട് ചോദിച്ചെന്ത്, ഞങ്ങൾക്ക് വാറ്റ് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, നിങ്ങൾ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് വരും എന്ന് പറഞ്ഞു. കാരണം നമ്മൾ വാറ്റ് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മളല്ലാതെ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ആ നിങ്ങൾക്ക് സെയിൽസ് ഇത്ര ഉണ്ടോ അങ്ങനെയല്ല ചോദിക്കുക. നമ്മൾ ടാക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഭാഷ മാറണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിൽ ലോന്റെ ലാംഗ്വേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മൾ അവരോട് എന്താ പറയേണ്ടത്, നിങ്ങൾ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് വരും ചോദിച്ചു. അപ്പൊ അയാൾ നമ്മളോട് തിരിച്ചു ചോദിക്കും എന്ത്, ആരാ ഇനി ടാക്സബിൾ പേഴ്സൺ? അപ്പൊ നമ്മൾ അയാളോട് തിരിച്ച് അങ്ങോട്ട് പറയണം, ടാക്സബിൾ പേഴ്സണ് കുറെ കാറ്റഗറി ഉണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ നിങ്ങൾ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ അയാൾ ചോദിക്കും ഏതാ ഈ ആദ്യത്തെ കാറ്റഗറി? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണത്, നിങ്ങൾ കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഒന്ന് കൊണ്ടുവരും. കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഒന്ന് കാണിച്ചു തരും. നിങ്ങളുടെ ടാലിയിലോ നിങ്ങളുടെ സോഹോയിലോ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ എന്ത് ചെയ്യും, കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഒന്ന് കാണിച്ചു തരും. അപ്പൊ അയാൾ കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് കാണിച്ചു തരും. നമ്മൾ 12 മാസത്തെ സെയിൽസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. കൂട്ടി വന്നപ്പോൾ ഒരു 4 ലക്ഷം വന്നു. 4 ലക്ഷം റിയാൽ വന്നു. അപ്പൊ നമ്മൾ അയാളോട് പറയണത്, നിങ്ങൾ ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി 1 പെടുന്ന ആളാണ്, നിങ്ങൾക്ക് വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്തോളൂ, 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തോളൂ, പെട്ടെന്ന് വാറ്റ് രജിസ്ട്രേഷൻ എടുത്തോളൂ, അല്ലെങ്കിൽ സക്കന്റെ ഫൈന് വരും. ഓക്കെ, കാരണം നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധിതമായിട്ടുള്ള ആളിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ അയാൾ ചോദിക്കും എന്താ അതിന് കാരണം? അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണത്, നിങ്ങളുടെ ആനുവൽ റവന്യൂ കഴിഞ്ഞ 12 മാസത്തില് 3,75 അതിലും കൂടുതൽ എത്തിയിട്ടുണ്ട്. 3,75 ആയാൽ തന്നെ നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. നിങ്ങളുടെ ഇത് എത്ര ആയിട്ടുണ്ട്, 3,75 മേലെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുത്തോളൂ. അതാണെന്ത്, കാറ്റഗറി നമ്പർ 1. ഇനി രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, കാറ്റഗറി നമ്പർ 2. എന്തിന്റെ കാറ്റഗറി? അതൊക്കെ ടാക്സബിൾ പേഴ്സൻ്റെ ആണ്. അപ്പൊ നമ്മൾ അതേ കമ്പനിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ അതേ സെയിം നമ്മൾ ഈ കയറി ചെന്ന കമ്പനിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ കമ്പനിയിലുള്ള ആള് ഈ കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് നമ്മളെ കയ്യിൽ തന്നു. നമ്മൾ കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഇങ്ങനെ എടുത്തു നോക്കി. അയാൾക്ക് 3,75 ആയിട്ടില്ല, 3,75 എത്തിയിട്ടില്ല. അയാൾക്ക് 1 ലക്ഷം റിയാൽ എത്തിയിട്ടുള്ളൂ, 1 ലക്ഷം റിയാല്. അപ്പൊ നമ്മൾ അയാളോട് പറഞ്ഞത്, നിങ്ങൾ കാറ്റഗറി നമ്പർ 1 എത്തിയിട്ടില്ല, അതായത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ആളായിട്ടില്ല. അപ്പൊ അയാൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് സങ്കടം. അയാൾക്ക് എന്താ, എനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അയാൾ നമ്മളോട് പറയണത് എനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അതെന്താ രജിസ്ട്രേഷൻ എടുക്കാനുള്ള കാരണം? കാരണം ഇയാൾ ഒരു പുതിയ കമ്പനിയാണ്. 1 ലക്ഷം റിയാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്ത്, അതൊരു പുതിയ കമ്പനി ആയിരിക്കും, ഒരു ചെറിയ കമ്പനി ആയിരിക്കും, തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലെ. 1 ലക്ഷം റിയാൽ സൗദിയിലാവാൻ സെയിൽസ് ആവാൻ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 1 ലക്ഷം റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കമ്പനിയാണ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അയാൾ പ്രശ്നം എന്താ, അയാൾ പറയണത് ഞാൻ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. കഴിഞ്ഞ ഈ ബിസിനസ് ചെയ്ത സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 12 മാസത്തിനുള്ളിൽ 1 ലക്ഷം റിയാലേ സെയിൽ ആയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു 12 മാസത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് മെല്ലെ മെല്ലെ പോവാണ്, സെയിൽസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പർച്ചേസ് ചെയ്ത് കുറേ കൂട്ടിയിട്ടുണ്ട്.
ഈ പർച്ചേസ് ചെയ്ത സാധനത്തുമ്മലൊക്കെ ഞാൻ ടാക്സും കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ടാക്സ് അടിച്ചിട്ടായിരിക്കുമല്ലോ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ സപ്ലയർ കയ്യിൽ ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സ് അടിച്ചിട്ടായിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക, വാറ്റ് കൊടുത്തിട്ടായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു എന്ത് ടാക്സ് അടിച്ചിട്ടാണ് അയാൾ പറഞ്ഞു എന്ത് ടാക്സ് അടിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആരോ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് എന്ത് സങ്കടം, അയാൾ പറഞ്ഞു എന്ത് നിങ്ങൾ പറഞ്ഞു ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 1 ഞാൻ പെടൂല, കാരണം എനിക്ക് 375 സെയിൽസ് ഇല്ലാത്തതുകൊണ്ട്, റവന്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പെടൂല, എനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എനിക്ക് എന്തുണ്ട്, കുറേ പർച്ചേസ് ഉണ്ട്. ഈ പർച്ചേസിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ടാക്സ് അടിച്ചിട്ടുണ്ട്. ഈ ടാക്സ് ഒക്കെ എനിക്ക് തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറേ സമാധാനമായിരുന്നു. നമ്മൾ ടാക്സ് ഒക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമാധാനമായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കണത് വിഷമിക്കണ്ട, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താ, നിങ്ങൾ ടാക്സബിൾ കാറ്റഗറി നമ്പർ 2 നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, പെടാം. എന്താ ഈ കാറ്റഗറി നമ്പർ 2? കാറ്റഗറി നമ്പർ മാൻഡേറ്ററി എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 2 വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ രജിസ്ട്രേഷൻ. കാറ്റഗറി നമ്പർ 1 സ്വമേധയല്ല, നിർബന്ധമാണ്. സക്ക പറയാണ് നിങ്ങൾ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്താ, നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ അതിനും കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ കണ്ടീഷൻ എന്താ, നിങ്ങൾക്ക് മിനിമം മിനിമം 1,87,500 റിയാലിന്റെ മേലെ നിങ്ങളുടെ റവന്യൂ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് 1,87,500 മേലെ വന്നാൽ മതി. ഇവിടെ റവന്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടിയുണ്ട്. ഇവിടെ ഒരു ബാർ ഇട്ടിട്ട് എക്സ്പെൻസ് കൂടിയുണ്ട്. ഓക്കെ, എഴുതിയ സമയത്ത് വിട്ടുപോയതാണ്. ആനുവൽ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കണത്, നിങ്ങൾക്ക് ആദ്യത്തെ കാറ്റഗറിയിൽ നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? നിങ്ങൾക്ക് 1,87,500 മേലെ നിങ്ങളുടെ പർച്ചേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇയാള് സങ്കടം പറഞ്ഞ എന്തായിരുന്നു, ഞാൻ കുറേ പർച്ചേസ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഈ പർച്ചേസ് ചെയ്ത കൂട്ടിയുമ്പോഴൊക്കെ ഞാൻ കുറേ ടാക്സ് അടിച്ചിട്ടുണ്ട്, ആ ടാക്സ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിന് നമ്മൾ എന്താ ഓപ്ഷൻ പറഞ്ഞു കൊടുത്തേ, നിങ്ങളുടെ പർച്ചേസ് ഒക്കെ കൂടി കൂട്ടിയാൽ 1,87,500 മേലെ വരുമോ? നമ്മൾ അയാളോട് ചോദിച്ചു. നിങ്ങൾ ഈ വാറ്റ് അടിച്ച് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ടാക്സ് അടിച്ച് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ പർച്ചേസ് എല്ലതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1,87,500 മേലെ പോവോ? അപ്പൊ അയാൾ പറഞ്ഞു, 1,87,500 മേലൊക്കെ പോവും. എന്റെ പർച്ചേസ് എല്ലാം കൂടി കഴിഞ്ഞ 12 മാസം ഏകദേശം 4-5 ലക്ഷം റിയാലിനുണ്ട്. 4-5 ലക്ഷം റിയാൽ പർച്ചേസ് ഉണ്ട്, പക്ഷെ ഇയാൾക്ക് എന്തില്ല, സെയിൽസ് ഇല്ല. സെയിൽസ് ചിലപ്പോൾ 2 ലക്ഷം ആയിട്ടുണ്ടാവുള്ളൂ. സെയിൽസ് 4 ലക്ഷം, 3,70,500 കടന്നു കഴിഞ്ഞാൽ ഇയാൾ മാൻഡേറ്ററിയിലേക്ക് ചാടി. പക്ഷെ ഇയാൾ മാൻഡേറ്ററിയിലേക്ക് ചാടിയിട്ടില്ല, കാരണം അവിടെ സെയിൽസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പർച്ചേസ് കടന്നാലും മതി. അപ്പൊ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും 1,87,500 കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ 1,87,500 ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, നേരത്തെ നമ്മൾ പഠിച്ച 3,75 നേരെ പകുതിയാ. 3,75,000 നേരെ പകുതിയാണ് എന്ത്, 1,87,500. അപ്പൊ 1,87,500 മേലെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കല് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ അതാരാ ചെയ്യുക? പൊതുവെ ഈ പറഞ്ഞ പോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ ബിസിനസ്സുകൾക്കൊക്കെ എന്നുള്ള പ്രത്യേകത എന്തായിരിക്കും, അവർക്ക് കുറേ പർച്ചേസ് ആയിരിക്കും ആദ്യം, അല്ലെ? സെയിൽസ് ആവുന്നതിന് മുന്നേ കുറേ പർച്ചേസ് ആയിരിക്കും. അപ്പൊ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും, ഈ പർച്ചേസ് മൂലമൊക്കെ അടച്ച ടാക്സ്, ആ ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, നമ്മൾ ഇന്നലെ പഠിച്ചു, ഇൻപുട്ട് ടാക്സ്. ആ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുക എന്നുള്ളതായിരിക്കും അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അല്ലെ? ആ ഇൻപുട്ട് ടാക്സ് ഒക്കെ കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പൊ അവരൊക്കെ എന്തിനു കാത്തിരിക്കും, 3,75 സെയിൽസ് ആവട്ടെ, എന്നാലേ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുള്ളൂ. വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനേ, ഈ പർച്ചേസിലൊക്കെ ഉള്ള അടച്ച ടാക്സ് ഒക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരോട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, 3,75 വരെ കാത്തിരിക്കേണ്ട, 1,87,500 പർച്ചേസ് ആയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വമേധയാ പോയിട്ട് എന്ത് ചെയ്യാം, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. സക്ക നിർബന്ധം പറയല്ല, സക്ക മാൻഡേറ്ററി പറയല്ല, നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പൊ രണ്ടാമത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നതാണത് ഓപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ 2 ടാക്സബിൾ പേഴ്സന്റെ 2 കാറ്റഗറി നമ്മൾ പഠിച്ചു. ആദ്യത്തത് മാൻഡേറ്ററി കാറ്റഗറി, രണ്ടാമത്തത് ഓപ്ഷണൽ അല്ലെങ്കിൽ വോളണ്ടറി കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും സൗദി അറേബ്യയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരനെ നമ്മൾ സഹായിച്ചു, നമ്മൾ അടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ബിസിനസ് കണ്ടുപിട്ടി, വേറൊരു ബിസിനസ് ഓണർ കണ്ടുപിട്ടി. അപ്പൊ അയാളെ പ്രശ്നം എന്താ, അയാള് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സുമായിട്ട് വന്നേക്കാം. അയാളൊരു ബിസിനസ് ഓണറാണ്, അയാൾക്കൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ഇന്ത്യയിലാണ് രജിസ്റ്റേർഡ്, സൗദി അറേബ്യയിൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല, ഇന്ത്യയിലാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. ഇന്ത്യ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരാളാണ്. അയാൾ സൗദിയിൽ എന്ത് ചെയ്യണേ, അയാൾക്ക് കുറച്ച് സാധനങ്ങൾ സൗദി അറേബ്യയിൽ വിൽക്കണം. കുറേ ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ അയാൾക്ക് സൗദി അറേബ്യയിൽ വിൽക്കണം. അയാൾ ഇന്ത്യയിലാണ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുള്ളത്. സൗദി അറേബ്യയിൽ രജിസ്ട്രേഷൻ ഉള്ളതല്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ബിസിനസ്സാണ്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ബിസിനസ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, എന്താ ഈ സൗദി അറേബ്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ബിസിനസ്? ഇപ്പോൾ നമ്മൾ പൊതുവേ പറയില്ല, നമ്മൾ NRI ആണ്, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്, റെസിഡന്റ് ആണ് എന്നൊക്കെ പറയും. നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളെ നാട്ടിൽ ഇൻകം ടാക്സിൽ ഇന്ത്യയിൽ നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവണം. അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ, ഏകദേശം 6 മാസത്തോളം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ റെസിഡന്റ് സിറ്റിസൺ ആണ്, നിങ്ങൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയ സിറ്റിസൺ ആണ്. പിന്നെ അതിൻ്റെ അടിയിൽ കുറേ കാറ്റഗറി, കുറേ കണ്ടീഷൻസ് ഉണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 365 ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 60 ദിവസം, ഇതൊക്കെ നിന്ന് കഴിഞ്ഞാലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ കിട്ടാനുള്ള കണ്ടീഷനാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യയിൽ എന്താണ്, ആ ബിസിനസ് റെസിഡന്റ് ആണ്, ആ ബിസിനസ് ഇന്ത്യൻ ബിസിനസ് ആണ്, അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടാക്സ് ഒക്കെ ഇന്ത്യയിലാണ് കൊടുക്കേണ്ടത്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നതുകൊണ്ടുള്ള വ്യത്യാസം എന്താ, ഇത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബിസിനസ്സിനല്ല കേട്ടോ, ഇത് ഇപ്പൊ ഈ പറഞ്ഞത് ഇൻഡിവിജ്വൽസിനാണ്, പേഴ്സൺസിനാണ്. നമ്മൾ വ്യക്തികൾക്കിടെ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതുകൊണ്ടുള്ള വ്യത്യാസം എന്താ, ഇപ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിൽ റെസിഡന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഈവൻ സൗദി അറേബ്യയിൽ നിന്ന് ഏൺ ചെയ്ത് ഇൻകത്തിന് കൂടി അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥാപനത്തിന്റെ ഒരു വ്യക്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. വ്യക്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പോലെയല്ല ബിസിനസ്സുകളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പോലെയല്ല ഒരു ബിസിനസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഒരു ബിസിനസ് ഇന്ത്യയിലാണോ റെസിഡന്റ്, സൗദിയിലാണോ റെസിഡന്റ് എന്ന് അറിയണം. അതിന് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ടാക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിംഗ്. അവിടെ ഈ സാധനം ഒന്നുകൂടി പഠിക്കും നമ്മൾ, റെസിഡൻഷ്യൽ. അവിടെയാണ് ശരിക്കും നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കാര്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ബിസിനസ് റെസിഡന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മൾ നോക്കുക. അപ്പൊ അതിനകത്ത് ABOI ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ആക്റ്റീവ് ബിസിനസ് ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്. അതായത് ഒരു ബിസിനസ് ഏത് രാജ്യത്താണോ ആക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണുക. അതൊരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് എവിടെ റെസിഡന്റ് ആയിട്ടുണ്ട്, എവിടെ റെസിഡന്റ് അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ സൗദിയിൽ ഒരു ബിസിനസ് ഇന്ത്യയിലാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞതെന്ന് വിചാരിച്ചോളൂ. ഇന്ത്യയിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ ആ ബിസിനസിന്റെ മേജർ ഫംഗ്ഷൻ മുഴുവൻ നടക്കുന്നത് അമേരിക്കയിലാണ്. അതായത് അവിടെയാണ്, അമേരിക്കയിലാണ് അവരുടെ പ്രൊഡക്ഷൻ, അമേരിക്കയിലാണ് അവരുടെ മാനുഫാക്ചറിങ്, അമേരിക്കയിലാണ് അവരുടെ മെയിൻ ഹെഡ് കോർപ്പറേറ്റ് ഓഫീസ്, അമേരിക്കയിലാണ് അവരുടെ എല്ലാ സ്റ്റാഫുകളും നിൽക്കുന്നത്, അമേരിക്കയിൽ വെച്ചിട്ടാണ് അവരെല്ലാ ബോർഡ് മീറ്റിംഗും കൂടുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലാണ് അവരുടെ CEOകളും CFOകളും ഒക്കെ ഉള്ളത്. ഫുൾ ബിസിനസ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ത്യയിലാണ് രജിസ്ട്രേഷൻ. ഇന്ത്യയിലെ ലോ പ്രകാരം നിങ്ങൾക്കറിയോ, ഈ ബിസിനസ് എവിടെയാണ് റെസിഡന്റ്, ഈ ബിസിനസ് ഇന്ത്യൻ ലോ പറയുന്നത്, ഇന്ത്യൻ ഇൻകം ടാക്സ് പറയുന്നത് ഈ ബിസിനസ് അമേരിക്കയിൽ റെസിഡന്റ് ആയിട്ടാണ് കാണണം എന്നാ പറയാം. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ABOI ടെസ്റ്റ് ചെക്ക് ചെയ്യുക. അതായത് ഏത് ബിസിനസ് എവിടെയാണ് ആക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ബിസിനസ് എവിടെ റെസിഡന്റ് ആണ്, എവിടെ റെസിഡന്റ് അല്ല എന്നുള്ളത് തീരുമാനിക്കുക. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന്റെ പിറകിലുള്ള കാര്യം എന്താ, ഏത് രാജ്യത്ത് ടാക്സ് കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ നടക്കുകയാണ്, നമ്മൾ സൗദി അറേബ്യയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനെ കണ്ടു. ആ ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനി ഉണ്ട് അയാളുടെ കയ്യിൽ. ഇന്ത്യയിലാണ് ആ ബിസിനസിന്റെ എല്ലാ പരിപാടിയും നടക്കുന്നതൊക്കെ, ഇന്ത്യയിലാണ് അതിന്റെ ഓഫീസ്, ഇന്ത്യയിലാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യണം, സൗദിയിൽ കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കണം. അപ്പൊ ആ ബിസിനസ് എന്താണ്, സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ റെസിഡന്റ് ബിസിനസ്സാണ്. നോൺ റെസിഡന്റ് വ്യക്തി എന്നൊക്കെ പറയുന്ന പോലെ നോൺ റെസിഡന്റ് ആയ ഒരു വ്യക്തിയല്ല, ഇൻഡിവിജ്വൽ അല്ല, ഇവിടെ നോൺ റെസിഡന്റ് ബിസിനസ് ആണ്. അപ്പൊ അയാൾക്ക് സൗദി അറേബ്യയിൽ പ്രൊഡക്റ്റ് വെക്കണം. അപ്പൊ അയാൾ നമ്മളോട് ചോദിച്ചത്, എന്റെ ബിസിനസ് സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ബിസിനസ്സാണ്, എനിക്ക് സൗദിയിൽ രജിസ്ട്രേഷൻ ഇല്ല, സൗദിയിൽ എന്റെ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല, ഒക്കെ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. പക്ഷെ എനിക്കിവിടെ എനിക്കിവിടെ കുറച്ച് സാധനങ്ങൾ വിൽക്കണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അയാളോട് നമ്മൾ നിർബന്ധമായിട്ടും പറയണത്,
നിങ്ങൾ നിർബന്ധമായിട്ടും ഓടിപ്പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. നിങ്ങൾ നോൺ റെസിഡന്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കമ്പൽസറി ആണ്. നിങ്ങൾ ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 3 വിടുന്ന ആളാണ്. അപ്പൊ അയാൾ നമ്മളോട് ചോദിച്ചു, എന്ത്, പക്ഷെ ഞാനിവിടെ ഒരു സെയിലും ഉണ്ടാക്കിയിട്ടില്ല, റവന്യൂ ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ അയാൾ നമ്മളോട് പറഞ്ഞു, എന്ത്, എന്റെ റവന്യൂ വെറും 5 റിയാലായിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 റിയാലിനുള്ള സാധനം ഞാൻ വിറ്റിട്ടുള്ളൂ. ഞാൻ ഇന്ത്യൻ ബിസിനസ് ആണ്, ശരിയാണ്, നോൺ റെസിഡന്റ് ബിസിനസ് ആണ്, ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. പക്ഷെ എന്റെ റവന്യൂ എത്ര ആയിട്ടുള്ളൂ? 5 റിയാൽ, 10 റിയാലായിട്ടുള്ളൂ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എന്ത്, സൗദി അറേബ്യയിൽ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ടേൺ ഓവർ 3.75 എത്തണം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ടേൺ ഓവർ അത്രയൊന്നും ആയിട്ടില്ല, എന്റെ ടേൺ ഓവർ വെറും 10 റിയാലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ രജിസ്ട്രേഷൻ എടുക്കണോ എന്ന് അയാളോട് നമ്മളോട് ചോദിച്ചു. അപ്പൊ നമ്മൾ അയാളോട് ഉടനെ പറഞ്ഞു കൊടുക്കണത്, അത് സൗദി റെസിഡന്റ് ബിസിനസ്സുകൾക്കുള്ള കണ്ടീഷനാണ്. നിങ്ങളുടെ ബിസിനസ് സൗദി റെസിഡന്റ് അല്ല, നിങ്ങളുടെ ബിസിനസ് ഇന്ത്യയിലാണ് റെസിഡന്റ്. നിങ്ങൾ സൗദിയിൽ നോൺ റെസിഡന്റ് ബിസിനസ് ആണ് നടത്തുന്നത്. നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ എത്രയായിക്കോട്ടെ, നിങ്ങളുടെ ടേൺ ഓവർ 5 റിയാലായിക്കോട്ടെ, 10 റിയാലായിക്കോട്ടെ, 15 റിയാലായിക്കോട്ടെ, 3.75 ആയിക്കോട്ടെ, 4.75 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, നിങ്ങൾ ബിസിനസ് സൗദി അറേബ്യയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഒരു വാറ്റ് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പിന്നെയോ, പിന്നെ നിങ്ങളൊരു വാറ്റിനൊരു ലോക്കൽ ഏജന്റിനെയും ഇവിടെ അപ്പോയിന്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വാറ്റ് അടക്കുന്നുണ്ടോ, നിങ്ങൾ വാറ്റ് പേ ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ആരെങ്കിലും ഏർപ്പാടാക്കണ്ടേ? അതിന് എന്ത് ചെയ്യണം? ഒരു ലോക്കൽ ഏജന്റിനെ കൂടെ എന്ത് ചെയ്യണം? ഈ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോൺ റെസിഡന്റിന് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 3. അപ്പൊ 3 ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 3 നമ്മൾ സൊല്യൂഷൻ കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ സൗദി അറേബ്യയിലൂടെ തെരുവിലൂടെ അങ്ങനെ നടക്കണം. അപ്പൊ 3 ആൾക്കാരെ പ്രശ്നങ്ങളും തീർത്തു കൊടുത്തു അല്ലെ. ആദ്യം നമ്മൾ 3.75 പ്രശ്നം തീർത്തു കൊടുത്തു. പിന്നെ നമ്മൾ 1.87,500 പ്രശ്നം തീർത്തു കൊടുത്തു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നോൺ റെസിഡന്റ് ബിസിനസ്സുകാരന്റെ പ്രശ്നം തീർത്തു. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. ഓക്കെ, അപ്പൊ കൂട്ടുകാരനെ കയ്യെ കൊടുത്തു. അപ്പൊ അയാൾ നമ്മളോട് സംസാരിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അയാൾ നമ്മളോട് പറഞ്ഞത്, ഓ, എന്റെ സ്ഥാപനം ഇനി എന്ത് ചെയ്യണേ? ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോവാണ്. ഓക്കെ, ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോണേ. ഗവൺമെന്റ് ഏറ്റെടുക്കുക പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിൽ 90% ഗവൺമെന്റിന്റെ കയ്യിൽ ഷെയർ ആവാൻ പോവാണ്. 90% ഗവൺമെന്റ് ആണ് അതിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത്, എന്റെ സ്ഥാപനം ഇനി ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് എൻറ്റിറ്റി ആയി മാറാൻ പോവാണ്. ഇത്രയും കാലം പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരുന്നു, ഇനി ഗവൺമെന്റ് എൻറ്റിറ്റി ആവാൻ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നല്ല കാര്യം, ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അപ്പൊ എന്തേ നിങ്ങൾ ഇറങ്ങുകയാണോ? ആ, ഞാൻ ഇറങ്ങുകയാണ്, ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ നമ്മളോട് പറഞ്ഞത്, ഇതുവരെയായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഇന്ററപ്റ്റ് ചെയ്യട്ടെ. പറയേ. ഈ നോൺ റെസിഡന്റ് ബിസിനസ്സിൽ നമ്മൾ ഇവിടെ ഒരു ലോക്കൽ ഏജന്റിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതൊരു ഫേം എന്നുള്ള രീതിയിൽ കമ്പനിയാണോ അതോ കൺസൾട്ടൻസി ഏജൻസി രണ്ടും പറ്റും. ഫേം ആയിട്ടും പറ്റും, നിങ്ങൾ ഒരു ഇൻഡിവിജ്വലിനെ അപ്പോയിന്റ് ചെയ്യാനും പറ്റും. ഇൻഡിവിജ്വലിന് ഒരു ഇത് വേണോ? വാറ്റ് രജിസ്ട്രേഷൻ വേണം. വാറ്റ് രജിസ്ട്രേഷനിൽ ലോക്കൽ ഏജന്റ് ആവുന്ന ഒരു കണ്ടീഷൻസ് വേണം അയാൾക്ക്. ലോക്കൽ ഏജന്റ് ആയിട്ടുള്ള ഞാൻ ഇങ്ങനത്തെ കേസിൽ വന്നിരുന്നു. പക്ഷെ അപ്പോ ഞങ്ങളൊരു ദുബായ് ബേസ്ഡ് കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ കമ്പനിയുടെ ഇൻവോയ്സിലും അവരുടെ പേരുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് എങ്ങനെ സോൾവ് ചെയ്തത്? അത് പിന്നെ ഞങ്ങള് അത് കസ്റ്റമർ ആയിരുന്നു, ഞങ്ങളുടെ സപ്ലയർ. അപ്പോ ഞങ്ങൾക്ക് അധികം ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് രണ്ടും വന്നപ്പോ ഒരു പ്രശ്നം വന്നു. ലോക്കൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തായിരിക്കും അല്ലേ? അവര് ലോക്കൽ ഏജന്റ് അപ്പോയിന്റ് ചെയ്തു. അതൊരു ശരിക്കും പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു, സ്റ്റീൽ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. അപ്പൊ മൊത്തം ഈ ഫാബ്രിക്കേഷനും പ്രൊഡക്ഷനും എല്ലാം ദുബായിരുന്നായിരുന്നു അവര്. അപ്പോയിന്റ് ചെയ്തു. പക്ഷെ അവരുടെ ഇതെങ്ങനെയായിരിക്കും? വാറ്റ് റിട്ടേൺ ഒക്കെ സമയത്ത് ഒന്ന് ഇതില് ഉൾപ്പെടുത്തുന്നുണ്ടോ അതോ? നമ്മൾ പറയും അവരെ വാറ്റ് രജിസ്ട്രേഷനും വാറ്റ് റിട്ടേൺ ഒക്കെ നമ്മൾ പറയും. റെസിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ 3ാമത്തെ ആൾ കഴിഞ്ഞ് നമ്മൾ 4ാമത്തെ ആൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗവൺമെന്റ് എൻറ്റിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തിന്റെ സ്ഥാപനം എന്ത് ചെയ്യാൻ പോവാണ്? ഇനി ഒരു ഗവൺമെന്റ് എൻറ്റിറ്റി ആയി മാറാൻ പോവാണ്. അപ്പോൾ ഗവൺമെന്റ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 4 വരിക.
അവരെ സംബന്ധിച്ചിടത്തോളം അവരും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ ഈ ടാക്സബിൾ സപ്ലൈ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയിൽ ടാക്സബിൾ സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ ഒക്കെ ഉണ്ട്. അതെന്താന്നുള്ളതൊക്കെ നമുക്ക് പറയാം. എന്താണ് ഈ ടാക്സബിൾ സപ്ലൈ, എന്താ ഈ സീറോ റേറ്റഡ്, എന്താ എക്സംപ്റ്റഡ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുന്നത്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ടാക്സബിൾ സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ അവർക്കും നിർബന്ധമാണ്. അത് എത്ര ആയിക്കോട്ടെ, ടേൺ ഓവർ എത്ര ആയിക്കോട്ടെ, റവന്യൂ എത്ര ആയാലും അവരും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് 4ാമത്തെ കാറ്റഗറി. ഓക്കെ, സോ 4 കാറ്റഗറി ഓഫ് ടാക്സബിൾ പേഴ്സൺ പഠിച്ചു. 5ാമത്തെ കാറ്റഗറി, ഇവിടെ കാറ്റഗറിന്റെ പേര് ഇത് മാറിയതാട്ടോ, നമ്പർ മാറിയതാണ്, കാറ്റഗറി 5ആയി. 5ാമത്തെ കാറ്റഗറി റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമുള്ള ആൾക്കാരാണ്. അപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ വാറ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസം ആണ്. നമുക്കിത് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് റിവേഴ്സ് ചാർജ് വരിക, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പറയാനുണ്ട്. ഒരു ചാപ്റ്ററിൽ തന്നെ അതിനായിട്ട് പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പൊതുവെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പൊതുവെ നമ്മൾ ടാക്സ് എപ്പോഴാ കൊടുക്കുക? ടാക്സ് ആരാ കൊടുക്കുക? സപ്ലയർ ആണ് ടാക്സ് കൊടുക്കുക, അല്ലേ? ഇപ്പൊ ഞാനൊരു സാധനം ഒരു കസ്റ്റമർക്ക് വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഞാനൊരു ഷോപ്പ് കീപ്പറാണ്. എൻ്റെ ഷോപ്പിലേക്ക് ഒരാൾ വന്നു, ഒരു കസ്റ്റമർ വന്നു. അയാൾക്ക് ഞാനൊരു സാധനം വിറ്റു. അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ സാധനത്തിന്റെ വില പ്ലസ് വാറ്റ് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? വാങ്ങും. ഇതാണ് നമ്മൾ ചെയ്യുക, അല്ലേ? ഇവിടെ വിൽക്കുന്ന ഞാനാണ് സപ്ലയർ. വാങ്ങുന്ന ആ ഷോപ്പിൽ വന്ന കസ്റ്റമർ ആരാ? അയാളാണ് റെസിപ്പിയന്റ്. ഇതാണ് നോർമൽ ട്രാൻസാക്ഷൻ. ഇവിടെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാറ്റ് എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റിനെ അടക്കും, അല്ലെ? അതായത് വാറ്റ് കൊടുക്കുന്നത് ആരാ? ശരിക്കും സപ്ലയർ ആണ് കൊടുക്കുന്നത്, അല്ലെ? സപ്ലയർ ആണ് എന്ത് ചെയ്യുന്നത്? വാറ്റ് ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്? റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഈ സാധനം വാങ്ങാൻ വന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ, ആ സാധനത്തിന്റെ വില പ്ലസ് വാറ്റും കൂടി വാങ്ങി എടുത്തിട്ട്, ഈ വാറ്റ് നമുക്ക് പോക്കറ്റിൽ ഇട്ടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ഈ വാറ്റ് എമൗണ്ട് കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെക്കാനിസം, അല്ലെങ്കിൽ സാധാരണ വാറ്റ് അടക്കുന്ന മെക്കാനിസം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഇതിന് നേരെ ഉൾട്ടാണ് എന്ത്? റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതേ സിറ്റുവേഷൻ, ഞാനൊരു ഷോപ്പിലിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ ഞാൻ സപ്ലയർ ആണ്, ആ വാങ്ങുന്ന ആള് റെസിപ്പിയന്റ് ആണ്. നമ്മൾ വാറ്റിൽ അങ്ങനെയാ പറയാം, സപ്ലയർ റെസിപ്പിയന്റ് എന്നാ പറയാം, അതാണ് പേര് പറയാം. ഓക്കെ, അപ്പോൾ ആ റെസിപ്പിയന്റ് നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വാറ്റ് എമൗണ്ട് തരില്ല. വാറ്റ് എമൗണ്ട് തരില്ല, സാധനത്തിന്റെ വില മാത്രമേ തരുള്ളൂ. പകരം വാറ്റ് എമൗണ്ട് ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ നേരിട്ട് കൊണ്ടുപോയിട്ട് ഗവൺമെന്റിൽ അടിച്ചോളാം. നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാറ്റ് എമൗണ്ട് വാങ്ങി നിങ്ങൾ കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തോളാം? നേരിട്ട് കൊണ്ടിട്ട് ഗവൺമെന്റിലേക്ക് അടിച്ചോളാം. അപ്പൊ ഈ പറയുന്ന മെക്കാനിസം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്ന മെക്കാനിസം, ഇത് പറയുന്നല്ല കേട്ടോ, ചില ട്രാൻസാക്ഷൻസിനൊക്കെ ഗവൺമെന്റ് പറയുന്നത് റെസിപ്പിയന്റ് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി എന്നാ പറയുന്നത്. അതിലൊരു ഉദാഹരണമാണ് നമ്മൾ ഇമ്പോർട്ട്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു സാധനം, സൗദിക്ക് പുറത്തുനിന്ന് എന്ത് ചെയ്യണേ? ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും ഇന്ത്യയിലേക്ക് പറഞ്ഞു. സൗദിക്ക് പുറത്തിൽ നിന്ന് സൗദിയിലേക്ക് എന്ത് ചെയ്യണം? ഒരു സാധനം കൊണ്ടുവരികയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണേ? സൗദി അറേബ്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഇറക്കുമതി ചെയ്യണം. അപ്പൊ ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താ? നമ്മുടെ സപ്ലയർ എവിടെയാണ്? സപ്ലയർ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. നമുക്ക് സാധനം വിറ്റ ആള് ഇന്ത്യയിലാണ് നിൽക്കുന്നത്. നമ്മൾ സൗദിയിലുള്ള കമ്പനിയാണ്, നമ്മളാണ് എന്ത്? റെസിപ്പിയന്റ്, സാധനം വാങ്ങിയ ആള്. അപ്പൊ സൗദി ഗവൺമെന്റ് ശരിക്കും ടാക്സ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങണ്ടേ? സപ്ലയറെ കയ്യിൽ നിന്നാണ് വാങ്ങണ്ടേ. അതായത് സൗദി അറേബ്യയിലുള്ള റെസിപ്പിയന്റ് എന്ത് ചെയ്യണം? സാധനത്തിന്റെ വില പ്ലസ് ടാക്സ് ഇന്ത്യയിലുള്ള സപ്ലയർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ സപ്ലയർ സൗദി ഗവൺമെന്റിന് ഈ പൈസ കൊടുക്കണം. ഇതാണ് ശരിക്കും ചെയ്യുന്ന പരിപാടി. ടാക്സിൽ ഇതാണ് ചെയ്യാറ്, ഫോർവേഡ് ചാർജ് മെക്കാനിസം. പക്ഷെ സൗദി ഗവൺമെന്റ് ഇങ്ങനെ ആലോചിച്ചു, എന്തിനാ ഇപ്പൊ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റ് ചിന്തിച്ചു, എന്തിനാ എത്ര പ്രശ്നമാക്കുന്നത്? കാരണം എന്താ? ഈ പൈസ സൗദി അറേബ്യയിലുള്ള എൻ്റെ ഈ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങില്ലേ സുഖം? അവിടെ ഏതോ രാജ്യത്ത് കിടക്കുന്ന സപ്ലയർ കയ്യിൽ നിന്ന് വേറെ ഏതോ രാജ്യത്ത് കിടക്കുന്ന സപ്ലയർ, ഇന്ത്യയിലോ അമേരിക്കയിലോ ബ്രസീലിനൊക്കെ ഉള്ള സപ്ലയറെ കയ്യിൽ നിന്ന് സാധനം അവരുടെ കയ്യിലേക്ക് പൈസ എത്തിച്ച് അവിടുന്ന് പൈസ ഞാൻ ഇങ്ങോട്ട് ടാക്സ് വാങ്ങുന്നതിനേക്കാളും നല്ലത് റെസിപ്പിയന്റ് നേരിട്ട് എൻ്റെ കയ്യിൽ ടാക്സ് തന്നാൽ പോരെ? ഇതല്ലേ ലാഭം? അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഇമ്പോർട്ട് പോലത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി റിവേഴ്സ് ചാർജിൽ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു റീസൺ സിമ്പിൾ റീസണാണ് പറഞ്ഞത്. ഇതല്ലാത്ത റീസൺസും ഉണ്ട് റിവേഴ്സ് ചാർജ് വരാനുള്ള റീസൺസ്. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുക? റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ സപ്ലയറെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന മെക്കാനിസത്തെ നമ്മൾ വിളിക്കുക
ഫോർവേഡ് ചാർജ് മെക്കാനിസം. റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന മെക്കാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് RCM എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം RCM ഒക്കെ നമുക്ക് പല സ്ഥലത്തും ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിപ്പോ ടാക്സബിൾ പേഴ്സന്റെ കാറ്റഗറി നമ്പർ 5-ലാണ്. അപ്പൊ ഒരു ബിസിനസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ബിസിനസ് റെസിപ്പിയന്റ് ആണ്, റെസിപ്പിയന്റ് ആയിക്കൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് ടാക്സ് അടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ റിവേഴ്സ് ചാർജിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കല്, നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ റവന്യൂ എത്ര ആയിക്കോട്ടെ, റവന്യൂ 5 ലക്ഷമോ 10 ലക്ഷം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ സെയിൽസ് 1 ലക്ഷം 1 ലക്ഷം റിയാലേ ആയിട്ടുള്ളൂ. 1 ലക്ഷം റിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തല്ല നിർബന്ധമായിട്ടും വാറ്റ് എടുക്കൽ ഇല്ല, വോളണ്ടറിലി എടുക്കാനുള്ള ഓപ്ഷൻ ആയിട്ടില്ല. കാരണം 1,87,500 കഴിയണം, എന്നാലേ വോളണ്ടറി എടുക്കാൻ പറ്റുള്ളൂ. നിർബന്ധമായിട്ട് എടുക്കണമെങ്കിലോ 3,75 കഴിയണം. അത് രണ്ടും ആയിട്ടില്ല, പക്ഷെ 1 ലക്ഷം റിയാലേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഒരു ട്രാൻസാക്ഷന്റെ പേരിൽ കൊടുക്കേണ്ട ടാക്സ് ഞാൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇമ്പോർട്ട് നടത്തിയിട്ടുണ്ട്. ഇമ്പോർട്ട് നടക്കുന്ന സമയത്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് നമ്മൾ ടാക്സ് അടക്കുക. അപ്പോൾ RCM പ്രകാരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടിന്റെ പേരിൽ ടാക്സ് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈവൻ ദോ എൻ്റെ സെയില് 3,75 1,87 ഒന്നും ആയിട്ടില്ലെങ്കിൽ കൂടിയും ഞാൻ എന്ത് ചെയ്യണം, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കല് നിർബന്ധമാണ്. അപ്പൊ ഞാനാണെന്ത് കാറ്റഗറി നമ്പർ 5. അപ്പൊ 5 ആൾക്കാരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ 5 ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുക. അപ്പൊ ഞാൻ എന്താ ആദ്യം പറഞ്ഞത്, ടാക്സബിൾ പേഴ്സൺ ആണ് എന്ത് വരിക, വാറ്റ് വരിക. ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആവാം, എൻറ്റിറ്റി ആവാം. അവരൊരു എക്കണോമിക് ആക്ടിവിറ്റി നടത്തണം, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ആൻഡ് അവരെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ റിക്വയർഡ് ടു രജിസ്റ്റർ, വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമായ കമ്പനിയാണ്. അപ്പൊ അതിൽ ടാക്സബിൾ പേഴ്സണിൽ കുറേ കാറ്റഗറി നമ്മൾ പഠിച്ചു. അതിൽ നമുക്ക് നിർബന്ധമായിട്ടും അറിയേണ്ട കുറച്ച് കാറ്റഗറീസ് ആണിത്. അതിൽ ആദ്യത്തെ കാറ്റഗറി ഏതാ, നിർബന്ധമായിട്ടും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആള്. അതിന്റെ കണ്ടീഷൻ എന്താ, അയാളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ റവന്യൂ കഴിഞ്ഞ 12 മാസത്തിൽ 3,75 മേലെ അല്ലെങ്കിൽ 3,75 ആണെന്നുണ്ടെങ്കിൽ അയാൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, 1,87,500 വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇഷ്ടം വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1,87,500 നിങ്ങളുടെ റവന്യൂസ് അല്ലെങ്കിൽ പർച്ചേസോ എക്സ്പെൻസോ ഒക്കെ, നിങ്ങൾ വാറ്റ് റിലേറ്റഡ് എക്സ്പെൻസോ പർച്ചേസോ എന്തുണ്ടെന്നെങ്കിൽ 1,87,500 മേലെ പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ അവിടെ ഇവിടെയുള്ള വ്യത്യാസം എന്താ, അവിടെ 3,75 ആയാൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. ഈക്വൽ ടു ഉണ്ട് ഇവിടെ, മോർ ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. പക്ഷെ ഈ 1,87 ഈക്വൽ ടു ഇല്ല, 1,87,500 മേലെ പോകണം. 1,87,500 വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടൂല. 1,87,500 മേലെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്, വോളണ്ടറി വാറ്റ് രജിസ്ട്രേഷനിൽ ടാക്സബിൾ പേഴ്സൺ നമ്പർ 2 വരും. ടാക്സബിൾ പേഴ്സൺ നമ്പർ 3 ഏതാ, നമ്മൾ നോൺ റെസിഡന്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടേൺ ഓവർ എത്ര ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, വാറ്റ് രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കണം. നിങ്ങൾ ഒരു ലോക്കൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യണം. നാലാമത്തെ കാറ്റഗറി ആരാ, ഗവൺമെന്റ് എൻറ്റിറ്റികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങളും എത്ര ആയിക്കോട്ടെ അവരുടെ ആനുവൽ റവന്യൂ, അവർക്ക് ടാക്സബിൾ സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അഞ്ചാമത്തതോ RCM വരുന്ന കമ്പനി, ഒരു കമ്പനിക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെ ടാക്സ് അടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അവരും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. ഈ 5 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയാ, ടാക്സബിൾ പേഴ്സൺ എന്ന് പറയും. അപ്പൊ അതുവരെ ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷനിൽ നമ്മൾ വേറൊരാളും കൂടി കേട്ടു. ഏതാ, ടാക്സബിൾ പേഴ്സൺ ആയതിന് മുന്നേ വേറൊരാളും കൂടി കൂട്ടി, എന്ത്, കണ്ടക്ട്സ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. ഒരു ബിസിനസ് എക്കണോമിക് ആക്ടിവിറ്റി നടത്തണം എങ്കിൽ മാത്രമേ അയാൾ എന്താവുള്ളൂ, ടാക്സബിൾ പേഴ്സൺ ആവുള്ളൂ. ടാക്സബിൾ പേഴ്സന്റെ കാറ്റഗറി ഒക്കെ പഠിച്ചു. ടാക്സബിൾ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് നടത്തണം, എക്കണോമിക് ആക്ടിവിറ്റി നടത്തണം. അപ്പൊ നമുക്ക് അറിയേണ്ട എന്താ, ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റി, എപ്പോഴാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഞാനൊരു 2-3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സൗദി അറേബ്യയിലുള്ള ഒരു ഹോട്ടലാണ്. ഓക്കെ, ഒരു ഹോട്ടലാണ്. ഹോട്ടല് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹോട്ടൽ ഇങ്ങനെ കൊണ്ടെടുക്കുന്നു. റംസാൻ വന്നു, നോമ്പ് വന്നു. ഇനിയിപ്പോൾ ഇതാ നോമ്പ് വരാൻ പോവാണ്. ഇപ്പൊ നോമ്പ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹോട്ടലൊന്ന് അടച്ചിട്ടു. ഹോട്ടൽ അടച്ചിട്ടിട്ട്
അവരെന്ത് ചെയ്തു, ഒരു മാസം അടച്ചിട്ട് ഹോട്ടലിന്റെ റിനോവേഷനും പരിപാടിയൊക്കെ ആയി. ഹോട്ടല് റംസാൻ കഴിഞ്ഞ് പെരുന്നാളായാലും അവരെന്ത് ചെയ്തു, ഈ ഹോട്ടൽ തുറന്നു. പെയിന്റ് ഒക്കെ അടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഹോട്ടൽ തുറന്നു. അപ്പൊ ഈ ഹോട്ടല് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹോട്ടലിൽ എന്തുണ്ട്, വാറ്റിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്, വാറ്റ് ഉണ്ട് ഈ ഹോട്ടലിന്. ഇടയിൽ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് എടുത്തു, ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തല്ലോ, ഒരു മാസത്തെ ബ്രേക്ക് എടുത്തല്ലോ. ഒരു മാസത്തെ ബ്രേക്ക് എടുത്ത് പിന്നെ അവരെന്ത് ചെയ്യണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഹോട്ടലിന്റെ ഓണർ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ടാക്സ് അടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു 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 ടാക്സ് ചെയ്യുന്ന ഫേമാണ്, നമ്മളോട് വന്നിട്ട് പറഞ്ഞത്, ഈ കഴിഞ്ഞ ഒരു മാസം ഉണ്ടല്ലോ, ഓക്കെ, ഈ ഒരു മാസത്തിന് വാറ്റ് എന്ത് ചെയ്യണ്ട, ഒന്നും അടക്കണ്ട, അല്ലെങ്കിൽ ബിസിനസ് ഇല്ല, ഈവൻ തോ ബിസിനസ് ഇല്ലെങ്കിൽ കൂടിയും അതിന്റെ വാറ്റിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വാറ്റിന്റെ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യണ്ടല്ലോ, കാരണം നമ്മൾ ബിസിനസ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ, ഒരു മാസം നമ്മൾ അടച്ചിട്ടൊക്കെയല്ലേ, അപ്പൊ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യണ്ടല്ലോ എന്ന് നമ്മളോട് പറഞ്ഞു. നിങ്ങളാണെന്ത്, ഈ പറഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ടാക്സബിൾ ഈ പറഞ്ഞ ടാക്സ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങളോട് വന്നിട്ട് ഈ ഹോട്ടലിന്റെ ഓണർ പറഞ്ഞു, എന്ത് ചെയ്യണ്ട, കഴിഞ്ഞ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണ്ട. കാരണം എന്താ, നമ്മൾ ഒരു മാസം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പരിപാടി ഒന്നും ഇല്ലല്ലോ, ഒരു മാസം നിർത്തിയിട്ടൊക്കെയല്ലേ, അപ്പോ നമുക്ക് വാറ്റ് റിട്ടേൺ ഒന്നും വേണ്ടല്ലോ എന്ന് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അയാൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യോ അല്ല നോ എന്ന് പറയോ, അതായത് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടെന്ന് അയാൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കൂ, നോ എന്ന് പറയോ, ചാറ്റിൽ പറഞ്ഞാൽ മതി, ജസ്റ്റ് ചാറ്റിൽ ഇട്ടാൽ മതി. എല്ലാവരും പറയും യെസ് ഓർ നോ പറഞ്ഞാൽ മതി, വൈ ഓർ എൻ എന്നിട്ടാൽ മതി, വലിയ കൺഫ്യൂഷൻ ഒന്നാക്കണ്ട, യെസ് നോ എന്ന് ടൈപ്പ് ചെയ്യണ്ട. ഇയാൾ പറഞ്ഞതിനോട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈ എന്ന് എഴുതുക, ഇല്ല അക്സെപ്റ്റ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ എൻ എഴുതുക. സംഭവം മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവരും എന്നാ പറയണേ? 3 ആൾക്കാർ 4 ആൾക്കാർ എന്നെ പറഞ്ഞു, അല്ല 5 ആൾക്കാർ എന്നെ പറഞ്ഞു. ആരും അക്സെപ്റ്റ് ചെയ്യണില്ല, ആരും അയാൾ പറഞ്ഞതിനോട് അംഗീകരിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, എന്ത് സമ്മതിക്കൂല എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും എന്ന് പറയുന്നു. ഇനിയുള്ളവരും എന്ന് തന്നെ പറയുന്നു എനിക്ക് തോന്നുന്നു. ആരും എസ് ഒന്നും ഉണ്ടാവില്ല, വൈ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വൈ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളിട്ടാ, വൈ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്താന്നുള്ളതും കൂടി പറയണം, എന്താ വൈ. സീറോ റിട്ടേൺ അങ്ങനെയൊന്നുമില്ല. സീറോ റിട്ടേൺ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടെന്നാണ്. അതായത് സീറോ റിട്ടേൺ എന്ന് ഉദ്ദേശിച്ച് പേയ്മെന്റ് ഇല്ലാതെ എന്നല്ല, റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ സീറോ റിട്ടേൺ ആയിട്ട് ഒന്നും ചെയ്യേണ്ട, കാരണം ബിസിനസ് ഒന്നും നടക്കണില്ലല്ലോ, അതാ ഉദ്ദേശിച്ചത്. ആള് പറഞ്ഞതിനോട് ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യണ്ടോ? ഇല്ല, എല്ലാവരും അല്ലേ. ആർക്ക് യെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം, യെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ അത് ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു ബ്രേക്ക് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വയ്യോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. ഇനി രണ്ടാമതൊരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളൊരു ഒരു സുഹൃത്ത്, ഓക്കെ, നിങ്ങളൊരു സുഹൃത്ത് ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, ഒരു ഫോട്ടോഗ്രാഫർ, നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്. ആളെന്ത് ചെയ്തു, സൗദി അറേബ്യയിൽ വന്നു. സൗദി അറേബ്യയിൽ ഇങ്ങനെ വന്ന സമയത്ത് അയാള് ജസ്റ്റ് ഒന്നെന്ത് ചെയ്തു, പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു അർബാബ് കണ്ടു, ഒരു അറബി ഉണ്ട്. ആള് അറബി ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആളാണെന്ന് ചോദിച്ചത്. അറബി എന്ത് ചെയ്തു, ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു വർക്ക് ഉണ്ട്, എൻ്റെ മാളുടെ കല്യാണം ഉണ്ട്, ഒരു ദിവസം എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്തു തരണം, ഒരു മാളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തു തരണം പറഞ്ഞു. അപ്പോൾ നമ്മൾ സുഹൃത്ത് ചോദിച്ചു എത്ര പേയ്മെന്റ് ഇട്ട് ചോദിച്ചു. അപ്പൊ അറബി പറഞ്ഞു 5 ലക്ഷം റിയാൽ തരാറ്. ഓക്കെ, നമ്മൾ സുഹൃത്ത് ഭയങ്കര ഹാപ്പി ആയി, 5 ലക്ഷം റിയാലുണ്ട്. അപ്പൊ നമ്മളാണ് ടാക്സ് പ്രാക്ടീഷണർ, നമ്മളെ അടുത്തേക്ക് ഓടി വന്ന ആള്, ഓടി വന്നിട്ട് എന്ത് ചെയ്തു, 5 ലക്ഷം റിയാലിന് എനിക്കൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഒരു ഫോട്ടോഗ്രാഫിക്ക് സെഷൻ നാളേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സുഹൃത്ത് ഒരു ദിവസം ഫോട്ടോ എടുത്തുള്ളൂ, ഇനി ഇപ്പൊ അടുത്തൊന്നും ഫോട്ടോ എടുക്കുമെന്ന് അറിയില്ല, അടുത്തൊന്നും വർക്കൊന്നുമില്ല, വേറെ വർക്കൊന്നും റെഡി ആയിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നും ആയിട്ടില്ല, ഒന്നും തീരുമാനിച്ചില്ല. ഈ ജസ്റ്റ് ഒരു ഒറ്റ വർക്കേ അവന് കിട്ടിയിട്ടുള്ളൂ. അവൻ പറഞ്ഞു എന്ത്, ഞാൻ 5 ലക്ഷം റിയാലിന്റെ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ ടാക്സ് പ്രാക്ടീഷണറാണ്. അപ്പൊ നമ്മളോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈ എസ് എന്ന് പറയാം, അല്ല എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം, എൻ. അതിനൊരു ആൻസർ പറയാം എല്ലാവരും, വൈ ഓർ എസ്. അയാളോട്, നിങ്ങൾ സുഹൃത്തിനോട് പറയണത് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ വൈ പറയും, അല്ല രജിസ്ട്രേഷൻ എടുക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ എന്ന് പറയും. ഓക്കെ, ഒരാൾ എന്ന് പറഞ്ഞു, ഒരാൾ വൈ പറഞ്ഞു. ഇപ്പൊ പല അഭിപ്രായമായി. 2 ആൾക്കാർ വൈ പറഞ്ഞു. ഓക്കെ, 3 ആൾക്കാർ വൈ പറഞ്ഞു. ഒരാൾ മാത്രം എന്ന് പറഞ്ഞു, ബാക്കി എല്ലാവരും വൈ പറഞ്ഞു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ,
നാലാൾക്കാർ വൈ പറയണം. ഒരാൾ എന്ന് പറഞ്ഞു, വീണ്ടും എന്ന് പറയാം. അപ്പോൾ മിക്സ്ഡ് അഭിപ്രായം ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, വേറെ ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെന്ന് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വാറ്റ് രജിസ്ട്രേഷൻ ഇയാൾ എടുക്കേണ്ടി വരുമോ, എടുക്കേണ്ടി വരില്ലേ? 5 ലക്ഷം റിയാലിന്റെ ബിസിനസ്സാണ് ഇയാൾക്ക് കിട്ടാൻ പോണേ. പക്ഷെ ഇയാൾക്ക് എന്തില്ല, UAE സൗദിയിൽ എന്തില്ല, പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒറ്റ വർക്ക്. ഓക്കെ, അത്രയുള്ള അഭിപ്രായം. ഓക്കെ, അത് വേറൊരു സിറ്റുവേഷൻ, അതും മനസ്സിൽ വെക്കുക. അപ്പൊ 2 സിറ്റുവേഷൻ ആയി. ഹോട്ടലിന്റെ കേസുമായി, ഈ പറഞ്ഞ ഇതും ആയി. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത 2 കാര്യത്തെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ്, അല്ലെങ്കിൽ വേണ്ട, ഇനി പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, ഈ പറഞ്ഞ ഈ ഹോട്ടലിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഈ ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഈ ഒരു സുഹൃത്തിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലൊക്കെ, അവിടെയൊക്കെ വരുന്നത് ഓൺഗോയിങ് ആൻഡ് റെഗുലർ മാനർ എന്ന് പറഞ്ഞൊരു ലോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു ടേം ആണ്. അതായത് ഒരു ബിസിനസ് എക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്താവുള്ളൂ, ടാക്സബിൾ പേഴ്സൺ ആവുള്ളൂ. അത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ നോക്കിയാൽ മതി, ഏത് കാറ്റഗറിയിൽ വിടുന്ന ടാക്സബിൾ പേഴ്സൺ ആണെന്ന് നോക്കിയാൽ മതി. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, അയാൾക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതുവരെ ഓക്കെയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി എക്കണോമിക് ആക്ടിവിറ്റി ആണോ എന്നുള്ളത് നോക്കേണ്ടത്. WHT എന്ന് ഉദ്ദേശിച്ചത് സർ, അത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് സർവീസ് അല്ലേ? ടാക്സിനോ അതൊക്കെ കൂടി, വിത്ത്ഹോൾഡിംഗ് ടാക്സും സർവീസും അതൊന്നും ആലോചിക്കല്ലേ. സർവീസ്, ഗുഡ്സ് വിത്ത്ഹോൾഡിംഗ് അതൊന്നും ആലോചിക്കണ്ട, വാറ്റിന്റെ സെഷൻ മാത്രം. ഓക്കെ. അപ്പോ എക്കണോമിക് ആക്ടിവിറ്റി, അപ്പൊ ഞാൻ പറഞ്ഞത് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന ആക്ടിവിറ്റി ഓൺഗോയിങ് ആയിരിക്കണം, റെഗുലറിലായിരിക്കണം. അതായത് ഈ ബിസിനസ് ഓൺഗോയിങ് ആയിരിക്കണം, റെഗുലർ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സൗദി വാറ്റിൽ ഈ ഒരു ആക്ടിവിറ്റിനെ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുള്ളൂ. എക്കണോമിക് ആക്ടിവിറ്റി നടത്തിയാൽ മാത്രമേ അയാൾ എന്താവുള്ളൂ, ടാക്സബിൾ പേഴ്സൺ ആവുള്ളൂ. ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഇതിൽ ഏത് ടാക്സബിൾ പേഴ്സൺ വരും എന്നുള്ളത് നോക്കിയാൽ മതി. കാറ്റഗറി 1 ആണോ, കാറ്റഗറി 2 ആണോ, കാറ്റഗറി 3 ആണോ, 4 ആണോ, 5 ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അയാൾക്ക് എപ്പോഴും വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അപ്പം എടുത്താൽ മതി. അപ്പൊ അതിനൊക്കെ മൂലം, അല്ലെങ്കിൽ അതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നത് എന്താ, എക്കണോമിക് ആക്ടിവിറ്റി എന്താന്നുള്ളതാണ് അറിയാന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓൺഗോയിങ് ആൻഡ് റെഗുലർ ബിസിനസ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ദാറ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ ഓൺഗോയിങ് ആൻഡ് റെഗുലർ മാനർ, ഇൻക്ലൂഡിങ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആവാം, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആവാം, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആവാം, പ്രൊഫഷണൽ ആക്ടിവിറ്റി ആവാം, സർവീസ് ആവാം, ഓർ എനി യൂസ് ഓഫ് മെറ്റീരിയൽ, ഇൻമെറ്റീരിയൽ പ്രോപ്പർട്ടി ആവാം, എനി അതർ ആക്ടിവിറ്റി ആവാം. അപ്പൊ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ആവാം, ഇൻഡസ്ട്രിയൽ ആവാം, അഗ്രികൾച്ചർ ആവാം, പ്രൊഫഷണൽ ആവാം, എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ. പക്ഷെ കണ്ടീഷൻ എന്താ, ഓൺഗോയിങ് ആൻഡ് റെഗുലർ ആയിരിക്കണം. അവിടെയാണ് നമ്മൾ ഇപ്പൊ പഠിച്ച 2 ഉദാഹരണങ്ങൾ. അതിൽ ആദ്യത്തെ ഉദാഹരണം എന്ത് ചെയ്തു നമ്മൾ പഠിച്ചത്, ആദ്യത്തെ ഉദാഹരണം എന്താ, നമ്മുടെ ഹോട്ടല് 1 മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടു, എടുത്തിട്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഷോർട്ട് ബ്രേക്ക് എടുത്തു. അപ്പൊ ഷോർട്ട് ബ്രേക്ക് ഒരിക്കലും എന്തല്ല, ഒരു ഓൺഗോയിങ് ബിസിനസിനെ സ്റ്റോപ്പ് ചെയ്യലല്ല. ഒരു ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു റംസാൻ മാസം നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ ബിസിനസ് നിർത്തി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൺഗോയിങ് സ്റ്റേജിൽ നിന്ന് മാറി എന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് സ്റ്റിൽ ഓൺഗോയിങ് ആണ്. അപ്പൊ ഓൺഗോയിങ്ങും റെഗുലറുമായ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ പേഴ്സൺ ആണ്. ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്, ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ വാറ്റ് കൊടുക്കണം. അപ്പൊ ഒരു ബിസിനസ് ഷോർട്ട് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോട്ടൽ 1 മാസത്തിന് അടച്ചിട്ട് കഴിഞ്ഞാൽ, ആ അടച്ചിട്ട മാസത്തേക്ക് വാറ്റ് കൊടുക്കാതിരിക്കാൻ നമുക്കൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാ, എല്ലാവരും പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ്. എന്ത്, നിർബന്ധമായിട്ടും ആ മാസത്തെ എന്ത് ചെയ്യണം, ഈവൻ ദോ ആ മാസം ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ കൂടിയും, ആ മാസം ഷോർട്ട് ബ്രേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവരെന്ത് ചെയ്യണം, ആ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം എന്താ, സ്റ്റിൽ ആ ബിസിനസ് എന്താണ്, ഓൺഗോയിങ് ആൻഡ് റെഗുലർ മാനർ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പ് ഡേറ്റ് വിൽ ബി സ്റ്റാർട്ടഡ് ഓൺഗോയിങ് ഡേറ്റ്. എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പ് ഡേറ്റ് വിൽ ബി സ്റ്റാർട്ടഡ് ഓൺഗോയിങ് ഡേറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പൊ നമുക്ക് ഓൺ ഗോയിങ് ആണോ റെഗുലർ ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം ഈ ബിസിനസ്സിൽ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിച്ചാലേ നമ്മൾ ഈ ബിസിനസ് ടാക്സബിൾ പേഴ്സൺ ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത ദിവസം, അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എഗ്രിമെന്റ് ഉണ്ടാക്കിയ ദിവസം, എഗ്രിമെന്റ് ഉണ്ടാക്കിയ ദിവസം തൊട്ട് ആ ബിസിനസ് എന്താണ്, ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ആ ബിസിനസ്സിൽ എന്ത് നടക്കണം എന്നില്ല, ഓപ്പറേഷൻ നടക്കണം എന്നില്ല. ഓക്കെ, അതൊരു ബിസിനസ് എന്ത് ചെയ്തു, ഒരു ബിസിനസ് എഗ്രിമെന്റ് ആക്കി നമ്മൾ എന്ത് ചെയ്തു, ഒക്കെ ഒപ്പിട്ടത് വെച്ചതിന് ശേഷം ഒരു 5-6 മാസം ബിസിനസ് എന്ത് ചെയ്തില്ല, സെയിലൊന്നും നടത്തിയിട്ടില്ല. സ്റ്റിൽ ആ ബിസിനസ് എന്താണ്, ഓൺ ഗോയിങ് ബിസിനസ് ആണ്. അതായത് ആ ബിസിനസ് ഓൺ ഗോയിങ് ബിസിനസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ നടക്കണമെന്നില്ല, സെയിൽസോ പർച്ചേസോ ഒക്കെ നടക്കണമെന്നില്ല. ബിസിനസ് എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി, ബിസിനസിന്റെ ഓൺ ഗോയിങ് സിറ്റുവേഷൻ വന്നു. അപ്പോൾ അവിടെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ, ആ ബിസിനസ്സിൽ സെയിൽസ് നടക്കണമെന്നില്ല, ഓൺലി ഇൻപുട്ട് ഉണ്ടായാൽ മതി, അപ്പോഴും എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതാണ് നമ്മൾ രണ്ടാമത് കാറ്റഗറി പഠിച്ചത്, ടാക്സബിൾ പേഴ്സന്റെ രണ്ടാമത് കാറ്റഗറി നമ്മൾ എന്താ പഠിച്ചത്, അവിടെ ടേൺ ഓവർ 1,87,500 എത്തണമെന്നൊന്നും നിർബന്ധവുമില്ല, പർച്ചേസ് എത്തിയാലും മതി. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ പറയണത്, എന്റെ ബിസിനസ്സിൽ സെയിൽസ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണ്ട, എന്റെ ബിസിനസ് എന്തല്ല, എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരു ഓൺ ഗോയിങ് റെഗുലർ മാനറിലുള്ള ബിസിനസ് അല്ല, എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ ടാക്സബിൾ പേഴ്സൺ അല്ല, ഞങ്ങൾക്ക് ടാക്സബിൾ പേഴ്സന്റെ ഒരു കാറ്റഗറിയും പെടൂല, ഞങ്ങൾ വാറ്റ് അടക്കണ്ട എന്നൊരു ബിസിനസ്സുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താ, സെയിൽസ് നടക്കണമെന്നില്ല, നിങ്ങൾക്ക് പർച്ചേസ് ഉണ്ടായാൽ മതി. പർച്ചേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ എന്താണ്, ഓൺ ഗോയിങ് റെഗുലർ മാനറിലുള്ള ബിസിനസ് ആണ്, നിങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. ടാക്സബിൾ പേഴ്സണിൽ തന്നെ നിങ്ങൾ ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 2 പെടും. നിങ്ങൾക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെയിൽ ഇല്ലെങ്കിൽ കൂടിയും നിങ്ങളെ പർച്ചേസിന്റെ മേലെ, നിങ്ങളെ പർച്ചേസ് 1,87,500 കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫർ കേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയ ക്വസ്റ്റ്യൻ, അതും പറയുന്നത് എന്താ, ഇതേ ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനറാ. കാരണം അവിടെ എന്ത് നോക്കണം, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടോ നോക്കണം. കണ്ടക്റ്റഡ് റെഗുലർലി ഓർ കണ്ടിന്യൂസ്ലി, നോട്ട് ആൻ വൺ ടൈം ഇവന്റ്. അപ്പൊ നമ്മളെ ഫോട്ടോഗ്രാഫർ പ്രശ്നം എന്ത് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫർ സുഹൃത്ത് എന്ത് ചെയ്തു, ഒറ്റ ഇവന്റ് എടുക്കുന്നുള്ളൂ, ഒറ്റ ഇവന്റ്. അയാൾക്ക് ഒറ്റ ഇവന്റേ ഉള്ളൂ, എന്തല്ല, റെഗുലർ ബിസിനസ്സോ കണ്ടിന്യൂസ്ലി നടത്തുന്ന ബിസിനസ്സോ അല്ല, അല്ലെങ്കിൽ രണ്ടാമതൊരു ബിസിനസ് അയാൾ ചെയ്തിട്ടില്ല, രണ്ടാമതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അയാൾക്ക് അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴോ അറിയാതെ ഒരു സെയിൽസ് കിട്ടി, ഒരൊറ്റ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടി. ഈവൻ ദോ അതിന്റെ ടേൺ ഓവർ 375 മേലെ ആണെങ്കിൽ കൂടിയും അയാൾ എന്തല്ല, ഓൺ ഗോയിങ് റെഗുലർ മാനറിൽ പെടുന്ന ബിസിനസ് അല്ല. ഓൺ ഗോയിങ് റെഗുലർ മാനറിൽ പെടുന്ന ബിസിനസ് അല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ എന്തല്ല, എക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്നില്ല. എക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആരല്ല, ടാക്സബിൾ പേഴ്സൺ അല്ല. ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. അപ്പൊ നമ്മളെ ഫോട്ടോഗ്രാഫർ പ്രശ്നം എന്താ, ഫോട്ടോഗ്രാഫർക്ക് 5 ലക്ഷം റിയാൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്താ ആലോചിച്ചിട്ടുണ്ടാവുക, ആ 3,75 മേലെ ഉണ്ടല്ലോ, അപ്പൊ അയാൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണമല്ലോ. അപ്പൊ നമ്മൾ അയാൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം, എന്ത്, ഇയാൾ ഇത് ബിസിനസ് റെഗുലർ ആണോ, ഇയാൾ കണ്ടിന്യൂസ്ലി ഉണ്ടോ, ഇല്ല. ഇയാൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒറ്റ സെയിൽ കിട്ടി, ഒരു ട്രാൻസാക്ഷൻ അപ്രതീക്ഷിതമായി കിട്ടി. ഇയാൾ ഇത് ബിസിനസ് ചെയ്യാം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത്, അയാൾ പ്രതീക്ഷിക്കാതെ കിട്ടിയത്, അയാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല, പ്രതീക്ഷിക്കാതെ ജസ്റ്റ് പുറത്തിറങ്ങി നടന്ന സമയത്ത് അറബി കണ്ടിട്ട് എന്ത് ചെയ്തു, ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അതിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോയി വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ അത് കണ്ടുപിടിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സ്ഥിരാക്കാൻ പോവാണ്, ഞാനൊരു 2 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും കൂടി വന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ പ്രതീക്ഷിക്കാതെ ഒരു അറബിനെ പിടിക്കുന്ന പോലെ എന്ത് ചെയ്യും, ബിസിനസ് ഇതൊരു സ്ഥിരാക്കിയാലോ, അത് സക്ക് എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. അത് നടക്കൂല, അതെന്ത് ചെയ്യും, റെഗുലർ ആൻഡ് കണ്ടിന്യൂസ്ലിക്ക് പെടും, അയാൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതല്ലാതെ വൺ ടൈം എപ്പോഴെങ്കിലും ഒരു വൺസ് ഇൻ വൺ ടൈം ഒക്കെ ഒരാൾക്ക് ഒരു ബിസിനസ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, ആകെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടുള്ളൂ അയാൾക്ക് എന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒരു ട്രാൻസാക്ഷനെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാതെ അങ്ങനെ കിട്ടിയാണ്, അതായത് ബിസിനസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഇതേ സിറ്റുവേഷൻ വേറെ രീതിയിൽ പറയാം. ഇപ്പൊ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറെ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അയാൾ കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്, സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലത്ത് അൽഖോബാറിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, എന്റെ പേര് ഇതാണ്, എന്റെ നമ്പർ ഇതാണ്, ആർക്കും എന്നെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഒരു അറബി കണ്ടിട്ട് വന്നു, നിങ്ങളെ ഞാൻ ആഡിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, നിങ്ങളാണോ ഇതാള്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ എന്തല്ല, അയാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന് അതിനു വേണ്ടി ശ്രമിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അയാൾ എന്ത് ചെയ്യണം, ഈ ടേൺ ഓവറിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്യണം, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അതല്ലാത്ത സിറ്റുവേഷനിൽ, ഇതൊന്നും അല്ലാത്ത സിറ്റുവേഷനിൽ അൺപ്രഡിക്റ്റബിളി പ്രതീക്ഷിക്കാതെ ഒരാൾക്കൊരു വൺ ടൈം ഇവന്റ് ആയിട്ട് ഒരു ബിസിനസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കാണണ്ട, ഓൺ ഗോയിങ് റെഗുലർ മാനറിൽ കാണണ്ട, അയാൾ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കാണണ്ട, അയാൾ ടാക്സബിൾ പേഴ്സൺ ആക്കണ്ട, അയാൾക്ക് ബിസിനസ് കാണിക്കണ്ട. പിന്നീടോ ഇൻഡിപെൻഡന്റ് നാച്ചർ ഉള്ളതിന് എന്ത് ചെയ്യണ്ട, ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനറിൽ ഇടണ്ട. ഇൻഡിപെൻഡന്റ് നാച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് നാച്ചർ പറയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാലറി മേലൊന്നും വാറ്റ് ഇല്ലാത്ത, അല്ലെ, സാലറി നമുക്ക് വാറ്റ് ഉണ്ടോ, സാലറി മേൽ വാറ്റ് ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ, എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇൻഡിപെൻഡന്റ് നാച്ചറിലുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ എന്തില്ല, ഓൺ ഗോയിങ് റെഗുലർ മാനർ ബിസിനസ് ഇല്ല, അതുകൊണ്ട് വാറ്റ് വരില്ല. രണ്ടാമത്തത് ഇന്റന്റഡ് ടു ജനറേറ്റ് ഇൻകം ആയാൽ മതി. ഇപ്പൊ ഒരു ബിസിനസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത്, എനിക്ക് സെയിൽസ് ഒന്നും പ്രോഫിറ്റ്, സെയിൽസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ ലോസ് ആണ്, കമ്പനി ലോസ് ആണ്, വാറ്റ് വരും. കമ്പനി ലോസ് ആണെന്നുണ്ടെങ്കിലും വാറ്റ് വരും. നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലെ. നിങ്ങൾ ബിസിനസ് ലോസ് ആവണം, അല്ലെങ്കിൽ ബിസിനസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവണം എന്നുള്ള കണ്ണിലല്ലേ കാണുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ NGO-കൾ, ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ സെയിൽസ് ഒന്നും ഉണ്ടാവണ്ട, അല്ലെങ്കിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യണ്ട എന്നൊരു ഉദ്ദേശത്തിലല്ല ബിസിനസ് ചെയ്യുന്നത്. പകരം എന്താണ്, റവന്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് വന്നു, ലോസ് വന്നുപോയി, കാരണം നിങ്ങളുടെ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താവുന്നില്ല, എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാത്ത ആളാവുന്നില്ല, ടാക്സബിൾ പേഴ്സൺ അല്ലാതെ ആവുന്നില്ല, വാറ്റ് വരാതാവുന്നില്ല. അപ്പൊ അവർക്കും എന്ത് വരും, വാറ്റ് വരും. അപ്പൊ ഇതാണ് എന്ത്, ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനർ എന്നുള്ള കേസ്. ഓക്കെ, അപ്പൊ ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനറിൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കേസുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനർ എന്നുള്ള കേസിൽ നിങ്ങൾ ഇതൊന്ന് നോക്കണം. അപ്പോൾ ആ എക്സാമ്പിൾ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത് ഈ ഫ്രീലാൻസറിന്റെ കേസുകളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസറിലെ കേസിലാണ്. ഫ്രീലാൻസറിന്റെ കേസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ മാനർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വൺ ടൈം ഇവന്റ് ആണോ, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ല, നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ചെയ്ത് വൺ ടൈം ഇവന്റ് ആണെന്നുണ്ടെങ്കിലും അതിന് ഓൺ ഗോയിങ് റെഗുലർ മാനറിൽ പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടാക്സബിൾ പേഴ്സൺ ആക്കിയിട്ട് അവിടെ വാറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണ്ട, വാറ്റ് കൊടുക്കണ്ട. അപ്പൊ വാറ്റ് കൊടുക്കാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ ആവാനുള്ള കണ്ടീഷൻ ആണെന്ത്, എക്കണോമിക് ആക്ടിവിറ്റി നടത്തുക എന്നുള്ളത്. ഒരു ബിസിനസ്സിൽ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണം. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗോയിങ് ആൻഡ് റെഗുലർ, ഈ വാക്ക് ആലോചിച്ചാൽ മതി. ഓൺ ഗോയിങ് ആയിരിക്കണം ആ ബിസിനസ്, റെഗുലർ ആയിരിക്കണം, അതിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണെന്ത്, ടാക്സബിൾ പേഴ്സൺ. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പൊതുവെ പഠിച്ചത്. ആദ്യം ആർക്ക് വാറ്റ് വരിക എന്നുള്ളത് പഠിച്ചു. അതിന് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു. ഒന്ന്, ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാവണം, അല്ലെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ നടത്തണം, എന്തിന്റെ, ഗുഡ്സിന്റെ സർവീസിന്റെ. അപ്പോൾ അവർക്കാണ് എന്ത് വരിക, വാറ്റ് വരിക എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ആർക്കൊക്കെയാണ് വാറ്റ് വരിക എന്ന് പഠിച്ചു. അതിന് ആ ആളെ നമ്മൾ വിളിച്ച പേരാണ് ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ ബിസിനസ് എന്ത് ചെയ്യണം, എക്കണോമിക് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ടാക്സബിൾ പേഴ്സന്റെ 5ഓളം കാറ്റഗറീസ് നമ്മൾ പഠിച്ചു. അതിൽ മാൻഡേറ്ററി കാറ്റഗറി ഉണ്ട്, അതിന്റെ ലിമിറ്റ് 3.75 അപ്പൊ ഇന്ന് മുതൽ സൗദി അറേബ്യയിൽ 3.75 മേലെ ടേൺ ഓവർ ഉള്ള, 3.75 3.75 മേലെയുള്ള ടേൺ ഓവർ ഉള്ള എല്ലാ കമ്പനികൾക്കും എന്ത് വേണം, വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, ഇനി വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം. പിന്നെ 1.87,500 നമ്മൾ പഠിച്ചു, വളണ്ടറി രജിസ്ട്രേഷൻ. വളണ്ടറി പറഞ്ഞാൽ നിർബന്ധമില്ല, വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാം, നമ്മളെ പർച്ചേസുകളൊക്കെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ലിമിറ്റ് എത്രയാണ്, 1.87,500 പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് മോർ ദാൻ ആണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. അതായത് 1.87,500 എത്തിയ ബിസിനസ്സിനില്ല, 1.87,500 മേലെ പോകണം. പിന്നത്തെ മൂന്നാമത്തെ സിറ്റുവേഷൻ ഏതാ, നോൺ റെസിഡന്റ് ബിസിനസിന്റെ ആണ്. നാലാമത്തെ സിറ്റുവേഷൻ ഗവൺമെന്റ് എൻറ്റിറ്റി ആണ്. അഞ്ചാമത്തെ സിറ്റുവേഷൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. അതിനുശേഷം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി വരെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പേഴ്സണെ കുറിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പേഴ്സൺ എന്താണ്, ടാക്സ് പീരീഡ് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ക്വാർട്ടർലി എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടി വരിക, മന്ത്ലി എപ്പോഴാണ് ഫയൽ ചെയ്യുക, സപ്ലൈ എന്താണ്, അങ്ങനെ കുറച്ചധികം, അതിൽ തന്നെ ഗുഡ്സ് എന്താ, സർവീസ് എന്താ, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇനി പറയാണ്ട്. അപ്പോൾ നമുക്ക് നാളെ അല്ല, നാളെ ഫ്രൈഡേ ലീവാണ്, സാറ്റർഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തേലും റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഒരു ഡൗട്ട് ചോദിക്കുന്നു. പറയേ.
നമ്മള് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യണം. അപ്പൊ നമ്മള് ശരിക്കും ടാക്സ് പിന്നെ അടക്കണത് നമ്മളെ പർച്ചേസ് ചെയ്യുമ്പോഴല്ല, പർച്ചേസ് ചെയ്ത സാധനം വെക്കുന്നതിനനുസരിച്ച് അതിന്റെ ടാക്സ് കളക്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അടക്കുക. അതല്ല ചെയ്യുന്നത്. മനസ്സിലായില്ല, പർച്ചേസ് ചെയ്യുന്നതിന്റെ ടാക്സ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇമ്പോർട്ട് പർച്ചേസ് നമുക്കിവിടെ വരുമ്പോ ആ ഇമ്പോർട്ട് നമ്മള് വരുമ്പോ റിവേഴ്സ് ചാർജ് നമ്മൾ ടാക്സ് റിവേഴ്സ് ചാർജിൽ അടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ആണ്, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ആണ്. പക്ഷേ പർച്ചേസ് ആണ്. നമ്മളെ വിറ്റ ആളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് സപ്ലയർ, അയാൾക്ക് സെയിലാണ്. ആ, അപ്പൊ ആ, ശരിക്കും ടാക്സ് അയാളുടെ കണ്ണിൽ നോക്കുമ്പോൾ, സപ്ലയറുടെ കണ്ണിൽ നോക്കുമ്പോൾ സെയിൽസ്മേൽ അവിടെ ഫോർവേഡ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടക്കേണ്ടതാണ്. ഓക്കെ, അത് നമ്മൾ റിവേഴ്സ് ചാർജ് ആയിട്ട് അടക്കുന്നു എന്നുള്ളൂ. നമ്മൾ കാണുമ്പോൾ എന്താണ്, നമ്മൾ പർച്ചേസുമ്പോൾ ടാക്സ് എന്നുള്ള പോലെയാണ് കാണുക. പക്ഷെ ശരിക്കും പർച്ചേസുമ്പോൾ അല്ല ടാക്സ്, ആ സെയിൽസ്മേലാണ് ഓക്കെ. ടാക്സ് അപ്പൊ അടക്കുന്നത്. എന്റെ ഡൗട്ട് വെച്ചാല് ആ സെയിലും അപ്പൊ തന്നെ നമ്മൾ നടക്കണോ? റിവേഴ്സ് ചാർജ് പ്രകാരം അല്ല, അതിന് അതോ കുറെ ഈ കണ്ടീഷൻസ്. പ്രോഡക്റ്റ് വിറ്റിട്ട് അങ്ങനെയാണോ നമ്മൾ അങ്ങനെയല്ല, നടക്കാറ്? അങ്ങനെയല്ല, വിൽക്കുന്നവരെയൊന്നും കാത്തിരിക്കണ്ട. നമ്മൾ ആ സാധനം സെയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ RCM പ്രകാരം, നമ്മളെ കയ്യിൽ കമ്പനിയിൽ ആ സാധനം എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ RCM പ്രകാരം ടാക്സ് അടക്കണം. വിൽക്കണമെന്നൊന്നുമില്ല കണ്ടീഷൻ. ഓക്കെ, അത് നമുക്ക് RCMലേക്ക് ഇനി ഒന്നുകൂടി ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് പറയാം. സാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പറയാം. ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു സബ് കോൺട്രാക്ടർ അതായത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ചെയ്യുന്ന ആളാണ്, പക്ഷെ ആൾക്ക് വാറ്റ് റിട്ടേൺ ഇല്ല, റിട്ടേൺ അതായത് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. പക്ഷെ അയാൾ 1 മില്യൺ 2 മില്യൻ്റെ ഒക്കെ ഇൻവോയ്സുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്. സോ ആ സമയത്ത് ഞങ്ങൾ വാറ്റ് ഈ സബ് കോൺട്രാക്ടറിന് കൊടുക്കാതെ ഞങ്ങൾക്ക് സെൽഫായിട്ട് പേ ചെയ്യാൻ പറ്റില്ലേ? സെൽഫായിട്ട് പേ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ സബ് സബ് കോൺട്രാക്ടർ 1 മില്യൻ്റെ ഇൻവോയ്സ് വിത്തൗട്ട് വാറ്റിന് സബ്മിറ്റ് ചെയ്തു. സോ ഞങ്ങൾക്കത് പേയ്മെന്റ് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വാറ്റ് വേണം. ഓക്കെ, ആൾക്ക് വാറ്റ് വേണം. ആൾക്ക് വാറ്റ് വേണം. പക്ഷേ ആ സബ് കോൺട്രാക്ടർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ആളായതുകൊണ്ട് ഞങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല, അയാളുടെ സർവീസ്. ഓക്കെ, സോ ആ സമയത്ത് ഞങ്ങൾക്ക് വാറ്റ് ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുമോ? അയാളുടെ പേരിലോ? അയാളുടെ പേരിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇല്ല. അയാളുടെ പേരിൽ, അല്ലെങ്കിൽ അയാളുടെ സർവീസിന്റെ പേരിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അയാളുടെ സർവീസിന്റെ പേരിൽ നമുക്ക് വാറ്റ് അടക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. അയാൾക്ക് പേ ചെയ്യാതെ, അയാൾക്ക് പേ ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്നല്ലേ സർവീസ് വരുന്നത്, നമ്മൾ അയാൾക്കല്ലേ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. അല്ല, അയാൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നില്ല, വാറ്റ് നമ്മൾ ഇല്ലാത്ത. ഉള്ളിൽ തന്നെ ഇൻവോയ്സ് ചെയ്തിട്ട്. യെസ്, യെസ്. അങ്ങനെ ചെയ്യാം, നമ്മൾ ഉള്ളിൽ തന്നെ. അപ്പൊ ഇൻവോയ്സ്, അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോയ്സും കാര്യങ്ങളൊക്കെ മാറ്റണ്ടേ? അതെ, അതാണ് ഞാൻ അങ്ങനെ ചെയ്യാം, ഇൻവോയ്സ് മാറ്റിയിട്ട് ചെയ്യാം. പ്രൊവിഷൻ ഉണ്ടോ ഇങ്ങനെ? പ്രൊവിഷൻ ഒന്നുമില്ല, അതങ്ങനെ ഒരു റൂളൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു റൂളില്ല. നമ്മൾ ആർക്കാണോ നമ്മളെ സപ്ലയർ ആരാണോ അയാളാണ് നമുക്ക് ഇൻവോയ്സ് തരുന്നു, അയാളാണ് വാറ്റ് എടുക്കേണ്ടത്, അങ്ങനെയാണ് റൂള്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നും ഇല്ല. നമുക്ക് സെൽഫ് ഇൻവോയ്സ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഒന്നും ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ടാക്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ ഞങ്ങളുടെ ഒരു ഈ കിങ് അബ്ദുൽ അസീസ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ഇല്ലേ, ഞങ്ങളുടെ ക്ലയന്റ് ആണ്. ആ സമയത്ത് ക്ലയന്റിന് ഞങ്ങൾ 5% വാറ്റിന്റെ ഇനീഷ്യൽ ടൈമിൽ ഞങ്ങൾ സബ് കോൺട്രാക്ട് ഇൻവോയ്സ് മീൻസ് ഞങ്ങളുടെ ക്ലയന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. അത് ഗവൺമെന്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് 5%ന്റെ റിട്ടേൺ തന്നില്ല. മീൻസ് ആ പേയ്മെന്റ് മാത്രം തന്നില്ല, വാറ്റിന്റെ പേയ്മെന്റ് തന്നില്ല. ഗവൺമെന്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് വാറ്റ് ഇങ്ങോട്ട് തന്നില്ല. സോ അത് തരാത്ത കാരണം പിന്നെ ഞങ്ങൾക്ക് അത് റിസീവബിൾ ബാലൻസ് ഉണ്ടായിരുന്നു. വാറ്റ് എമൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് റിസീവബിൾ ആയിട്ട്. അപ്പോൾ ഇത് പിന്നീട് അത് 15% വാറ്റിന്റെ പേരിലേക്ക് വാറ്റ് പെർസെൻറ്റേജ് മാറിയല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ ഓഡിറ്റർ പറഞ്ഞത് നമുക്ക് ഈ RCM മെത്തേഡ് പ്രകാരം അത് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് വാറ്റിൽ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു. RCM മെത്തേഡ് പ്രകാരം തിരിച്ചിങ്ങോട്ട് തന്നെ ക്ലെയിം ചെയ്യാന്ന്. അതെ, പക്ഷെ ആ ക്ലെയിം ചെയ്യുന്ന പീരീഡ് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ 15% ആണുള്ളത്. സോ ഞങ്ങൾക്കിപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ ഞങ്ങളുടെ റവന്യൂ റിവേഴ്സ് ചെയ്യണം ഫസ്റ്റ്. റവന്യൂ റിവേഴ്സ് ചെയ്തിട്ട് അഗെയിൻ അത് 15%-ലേക്ക് ആക്കണം. അപ്പോഴും ഇത് ഞങ്ങൾക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ 15% ആവൂലേ? സോ അതെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. കാരണം ഒന്നാമത് അവിടെ ഒരു RCMന്റെ ഒരു സിറ്റുവേഷൻ ഇല്ല. ആക്ച്വലി RCM എന്ന് പറയാൻ പറ്റൂല. പിന്നെ ആ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം RCM ആക്കി മാറ്റിയായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓഡിറ്റർ ഉദ്ദേശിച്ചതായിരിക്കും.
ഇവിടുത്തെ പ്രശ്നം ഈ phase 2 വന്നതുകൊണ്ട് ആ നമുക്ക് അത് ഗവൺമെന്റ് ZCAD സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 5%ന്റെ ക്രെഡിറ്റ് നോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ആ ആ ആ, അതെ അതെ അതെ, അതിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ അതെങ്ങനെ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞുകൊണ്ടാണത്. ട്രാൻസ്ഫർ പീരീഡും കഴിഞ്ഞു. ആ ആ ആ ആ അപ്പൊ അതെങ്ങനെയാണ് 15%ലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും, അല്ലാതെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ ഓഡിറ്റിംഗ് ടൈമിൽ റവന്യൂവിന്റെ നമുക്ക് റവന്യൂ റിവേഴ്സ് ചെയ്ത പോലെ അത് കെടുക്കും. അതെന്താ ചെയ്യാന്ന് എടുക്കും. എനിക്ക് ഒരു വലിയ ഐഡിയ ഇല്ല. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ സാർ, ഒന്ന് കൺഫ്യൂസിങ് ചെക്ക് സാധനം തന്നെ, ഞാനും ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഓക്കെ ശരി. സോ താങ്ക് യു, നാളെ കാണാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.